അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ അഭിജ മനോജാണ്. പ്രിയ മകൾ തൻ്റെ ജീവിതാനുഭവം അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ പ്രിയ പൈതലിനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ജീവിതാനുഭവങ്ങൾ, ഓർമ്മകൾ, ഒരുപാട് അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ പവർ വിഷൻ ചാനലിൽ ഒരു പ്രൊഡ്യൂസറായിട്ട് ജോലി ചെയ്യുമ്പോൾ തന്നെ സാക്ഷ്യം വഹിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ പ്രിയ പൈതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അഭിജ മോളുടെ മാതാപിതാക്കന്മാർ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മനോജ് അവറുകളും അതുപോലെ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ഷീന മനോജും ഇതിനു മുൻപ് അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം അവരുടെ ജീവിതാനുഭവം പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ആ സാക്ഷ്യങ്ങൾ ഒരുപാട് പേർക്ക് അനുഗ്രഹമായി തീർന്ന അനുഭവങ്ങളാണ്. അവരുടെ ഇളയ മകളാണ് പ്രിയ പൈതൽ അഭിജ മനോജ്. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രേക്ഷകർക്ക് ഇത് ഒരു വേറിട്ട അനുഭവമായിരിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാവുന്നതാണ്. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 9 മണിയോളം നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാം. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ പൈതൽ അഭിജ മനോജിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സംസാരിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേക അരോമ ടി വിയിലൂടെ ഒരു പ്രാവശ്യം നിങ്ങളുടെ മുൻപിൽ ദൈവിക വചനവുമായി ഒരു സാക്ഷിയായി ദൈവം നിർത്തിയ ദൈവത്തിന്റെ വലിയ സ്നേഹത്തോട്ട് ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് അഭിയ മനോജ്. ഞാൻ ബേസിക്കലി ഫ്രം പാലക്കാട്. കറന്റ്ലി ഞാൻ പവർ വിഷൻ ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൾസോ സൈക്കോളജി സ്റ്റുഡൻറ്റും കൂടിയാണ്. എൻ്റെ പപ്പ പാസ്റ്റർ മനോജ് പോൾ, മമ്മി ഷീന മനോജ്. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. ചേച്ചിയും ഫാമിലി ആയിട്ട് അവരും മിഷണറീസ് ആയിരിക്കുന്നു. ദൈവകൃപയാൽ യേശുവച്ചൻ ഞങ്ങൾ ഇത്രത്തോളം കൊണ്ടുവന്നു. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ പ്രാർത്ഥിച്ച് റീകോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കുകയായിരുന്നു, യേശുവച്ചൻ നമ്മുടെ ലൈഫിൽ എത്ര വിശ്വസ്തനാന്നുള്ളൊരു കാര്യം. എൻ്റെ ഒരു ടെസ്റ്റ് മണി പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പപ്പ ഒരു പാസ്റ്ററാ. സോ ബോൺ ആൻഡ് റേസ്ഡ് ഇൻ എ പാസ്റ്ററൽ ഫാമിലി. അപ്പം ചെറിയ പ്രായം മുതൽ ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്ത് വളർന്നൊരു കുട്ടിയാണ് ഞാൻ. ഇപ്പം എനിക്ക് 22 ഇയേഴ്സാണ്. പക്ഷേ ഈ ഒരു 22 ഇയേഴ്സ് ഓഫ് ജേർണിയിൽ യേശുവച്ചൻ എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. അപ്പം ഞാൻ പഠിച്ച കാര്യങ്ങൾ, ദൈവം എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പം ചിലപ്പം ഏതെങ്കിലും ഒരാൾക്ക് അത് ഒരു വേർഡായിരിക്കാം അവരെ ടച്ച് ചെയ്യുക. അപ്പം യേശുവച്ചൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ നിങ്ങളോട് കൺവേ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പാസ്റ്ററിന്റെ മോളാ. ഞാൻ ജനിച്ച സമയം തൊട്ട് യേശുവച്ചനോട് ജനിച്ചതിന് ശേഷം വളർന്നു വരുമ്പോഴൊക്കെ ദൈവത്തോട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. യേശപ്പ, ദൈവം എന്നെ എന്തിനു വേണ്ടിയിട്ടാ കണ്ടേ, എന്തിനു വേണ്ടിയിട്ടാ ദൈവം എന്നെ ശരിക്കും ഈ ഭൂമിയിൽ കൊണ്ടുവന്നേ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത ഒരാളാണ്. എൻ്റെ ഒരു കാര്യം പറയുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ചേച്ചിയെ പറ്റി ഞാൻ പറയാം. ഞാനും ചേച്ചി എന്ന് വെച്ചാൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസാണ്. ചേച്ചി ഭയങ്കര സ്മാർട്ടാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നെ ദൈവത്തോട് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത കുട്ടിയാണ്. പക്ഷെ എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ എന്നെക്കാളും കഷ്ടതയിലൂടെ വന്ന കുട്ടിയാണ്. ഞാൻ ഈ പാസ്റ്റർമാരുടെ മക്കളുടെ കാര്യം പറയുമ്പോൾ എന്നെ പോലെയുള്ള പാസ്റ്റേഴ്സിന്റെ മക്കൾക്ക് മേ ബി റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സിറ്റുവേഷനൊക്കെ. അപ്പം എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടമൊക്കെ അനുഭവിച്ചിട്ടും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ചേച്ചിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ഒക്കെ കാണുമ്പോഴും കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈയടിച്ച് ആരാധിക്കുന്ന ഫോട്ടോവും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫ്രണ്ടിലിരിക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് കേൾക്കുക ചേച്ചീൻ്റെ കൈയടിയും ആരാധനയായിരുന്നു. അപ്പം അത്രയും കഷ്ടത ചേച്ചി ഫേസ് ചെയ്തിട്ടും ചേച്ചി അന്നും ഇന്നും ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ദൈവത്തോട് ക്വസ്റ്റ്യൻ ചെയ്യാതെ ദൈവത്തിന് വേണ്ടി എന്തും സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഞാൻ വെച്ചാൽ നേരെ തിരിച്ചായിരുന്നു. പലപ്പോഴും എനിക്ക് എൻ്റെ പപ്പയും മമ്മിയും ഞങ്ങൾ ജനിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാ. പക്ഷെ ഞാൻ ഒരിക്കലും അതിന് റെഡി അല്ലായിരുന്നു. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഡോക്ടർ ആവണം. പക്ഷെ ഒരു 8th 6th വരെ ഭയങ്കര ഈ ഫാൻസി ഡ്രസ്സിന്റെ കോമ്പറ്റീഷന് പോകും സ്കൂളിൽ.
അപ്പൊ ഡോക്ടറായിട്ട് കോമ്പറ്റീഷന് പോകും. പിന്നെ ഈ പിള്ളേർ വീട്ടിൽ കളിക്കാൻ വരുമ്പോൾ ഡോക്ടറായിട്ട് കളിക്കാൻ പോകും. അപ്പം ഡോക്ടർ പേഷ്യൻ്റ് ആയിട്ട് കളിക്കാൻ പോകും. ഞാനാ ഡോക്ടർ, ബാക്കിയുള്ളവരൊക്കെ പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ എനിക്കിത് ഭയങ്കര ക്രേസാ. പിന്നെ പപ്പേനെ കൊണ്ട് ഡോക്ടർ സെറ്റ് വാങ്ങിപ്പിക്കും. വീട്ടിൽ ഇത് തന്നെയാ പണി. പക്ഷേ ഒരു പീരീഡ് ആയപ്പോഴത്തേക്കും ഒരു സിക്സ്ത് പഠിക്കുന്ന സമയത്ത് പല പാസ്റ്റർമാരും എൻ്റെ തലയിൽ വന്ന് കൈവച്ചിട്ട് പറയും, മോളെ ദൈവം കണ്ടതാ. പക്ഷെ വേറെ പാസ്റ്റേഴ്സ് പറയും, നീ ഒരു ഡോക്ടറാവും. അപ്പൊ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവാ, ഞാൻ ഡോക്ടറാവും. പക്ഷെ ഈ ദൈവം നിന്നെ കണ്ടതാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഓഫ്, വന്നു. ആ പാസ്റ്ററിൽ എങ്ങനെ ഒന്ന് അവിടെ നിന്ന് പോവാന്നായിരിക്കും ഞാൻ ആദ്യം ആലോചിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഈ ചെറുപ്പത്തിൽ ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയൊന്നുമില്ല, ഞാൻ കുഞ്ഞായിരിക്കും, എന്റെ പപ്പയോടും മമ്മിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവള് കാണുന്ന സ്വപ്നങ്ങള് നിങ്ങൾ നിസ്സാരമായിട്ട് എടുക്കരുത്, ദൈവം കാണിക്കുന്നതാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെറിയ കുഞ്ഞായിരിക്കുമ്പോ തൊട്ട് പല ദർശനങ്ങളും യേശുവചൻ എന്നെ കാണിച്ചു. ഞാൻ അത് മറ്റുള്ളവരോട് കൺവേ ചെയ്തു. അങ്ങനെ പല കാര്യങ്ങളും നടന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഞാനൊരു സിക്സ്ത്തിൽ പഠിക്കുമ്പം ഞാൻ എന്നെ പറ്റിയൊരു സ്വപ്നം കണ്ടു. ഞാൻ കണ്ട സ്വപ്നം എന്നെ പേടിപ്പിക്കുന്ന ഒരു സ്വപ്നമായിരുന്നു. അപ്പം ഞാൻ പേടിച്ചുപോയി. അപ്പൊ ഞാനത് വീട്ടിൽ പറഞ്ഞൊന്നുമില്ല. പക്ഷെ എനിക്കൊരു ഡൗട്ട്, യേശുപ്പച്ചൻ എന്നെ കാണിച്ചതാണോ? ഞാൻ സിക്സ്ത്തിലാ പഠിക്കുന്നെങ്കിലും എനിക്ക് ഈ സ്പിരിച്വൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പക്വത ഉണ്ടായിരുന്നു. കാരണം എന്താ, പാസ്റ്ററിന്റെ മോളാണല്ലോ. അപ്പൊ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോഴും മറ്റ് വിശ്വാസികളുടെ ജീവിതത്തിൽ നടക്കുമ്പം ഈ പപ്പയും മമ്മിയും പറയുന്നത് കേൾക്കും. ദൈവവേലയ്ക്ക് വേണ്ടി കണ്ട കുടുംബം, അത് ചെയ്യാത്തതിന്റെ ഇപ്പം അനുഭവിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പം ഞാൻ വിചാരിക്കും, അപ്പൊ എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ സ്വപ്നം കണ്ടപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ യേശുവച്ചൻ കാണിക്കായിരിക്കും. പക്ഷെ എന്റെ ആ സ്റ്റബേണില് ഞാൻ അത് മാറ്റി. അങ്ങനെ ഞാൻ കുറച്ചുനാൾ അങ്ങനെ പോയി. അങ്ങനെ പിന്നെയും ഒരു പാസ്റ്റർ വന്ന് എന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മോളെ ദൈവം നിന്നെ കണ്ടതാ, നിന്നെ ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി കണ്ടതാ. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ റെഡിയേ അല്ല. പക്ഷെ എന്നാലും അന്ന് പാസ്റ്റർ പറഞ്ഞു, പക്ഷെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിന്റെ ലൈഫിൽ നിന്നൊരു രോഗം കൊണ്ടുവന്നിട്ട് നിന്നെ അങ്ങനെ ആക്കാനുള്ള ഒരു ഇതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എൻ്റെ നേരെ കൈയൊക്കെ നീട്ടി പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്തു. അന്ന് ഞാൻ കുറച്ച് പേടിച്ചു പോയി. അന്ന് പേടിക്കുകയും ചെയ്തു. കുറച്ചൊരു മനസ്സിനൊരു മാറ്റം വന്നു, ദൈവത്തോട് കളിക്കണോ എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു. പക്ഷെ എന്നാലും കുറച്ചു നാൾ കഴിഞ്ഞപ്പം ഞാൻ പഴയ പഴയ കുട്ടി തന്നെ ആയിപ്പോയി. അങ്ങനെ അങ്ങനെ കുറച്ചു നാൾ പിന്നെയും പോയി. അങ്ങനെ 8th പഠിക്കുന്ന സമയത്ത് ഫ്രീക്വന്റ് ആയിട്ട് 2 പ്രാവശ്യം എന്താ പറയാ, ഞാൻ ഈ സ്വപ്നം കണ്ടു. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഈ സ്വപ്നം കണ്ടപ്പം ചെറിയൊരു പേടി പിന്നെയും വന്നു. അപ്പൊ ഞാൻ പിന്നെയും അങ്ങനെ പോയി. പിന്നെയും മൂന്നാമത്തെ പ്രാവശ്യം കണ്ടപ്പം ഞങ്ങളുടെ ചർച്ചിൽ ന്യൂ ഇയർ സർവീസിന്റെ പ്രാക്ടീസ് നടക്കുമായിരുന്നു. അപ്പം ന്യൂ ഇയർ ആയതുകൊണ്ട് പപ്പയും മമ്മി ലാസ്റ്റ് വിസിറ്റിങ്ങിന് പോയേക്കുമായിരുന്നു. ഈ ലാസ്റ്റ് അവസാനം എല്ലാ വീട്ടിലും ഒരുമിച്ച് വിസിറ്റിങ്ങിന് പോകുമല്ലോ വർഷാവസാനം. അങ്ങനെ പോയ സമയത്ത് മമ്മി വന്നപ്പോൾ ഞാൻ മമ്മീൻ്റെ അടുത്ത് ഓടിപ്പോയി പറഞ്ഞു, മമ്മി ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അപ്പൊ മമ്മി ചോദിച്ചു, യേശുപ്പച്ചൻ നിന്നെ കാണിക്കുന്നതാ. അപ്പം എൻ്റെ പപ്പയിലും മമ്മിയിലും വെച്ച് എന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കാര്യത്തിന് ഫോഴ്സ് ചെയ്യുക എൻ്റെ മമ്മിയാ. എന്നുവെച്ചാൽ നീ ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള കുട്ടിയാ, ദൈവം നിന്നെ കണ്ടതാ, അങ്ങനെ എപ്പോഴും എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക മമ്മിയാ. പക്ഷെ എൻ്റെ ഒരു ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ, ഡോക്ടറായ എന്താ ദൈവവേല ചെയ്തൂടെ? ഈ ഞങ്ങള് സഭയിൽ നിന്നൊക്കെ ഒത്തിരി പിള്ളേർ ഒരു ക്യാമ്പിന് പോകും. എല്ലാ വർഷവും ഞങ്ങൾ ക്യാമ്പിന് പോകുമ്പോഴൊക്കെ ഈ പാസ്റ്റർമാര് ലാസ്റ്റ് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ മുന്നോട്ട് വന്നേന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും പോയിട്ടുണ്ടാവും. ഞാൻ കണ്ണോർത്ത് മെല്ലെ നോക്കുമ്പം ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. ബാക്കി എല്ലാ അച്ചാച്ചന്മാരും ചേച്ചിമാരും ഫ്രണ്ടിൽ പോയി കൈയൊക്കെ ഉയർത്തി നിൽക്കുന്നുണ്ടാവും. അപ്പൊ എനിക്ക് നാണക്കേടുണ്ടോ ചോദിച്ചാൽ ഞാൻ അപ്പൊ ആലോചിക്കുക, ചുമ്മാ എന്തിനും ഇല്ലാത്ത കാര്യം പോയി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെയല്ലേ സാക്രിഫൈസ് ചെയ്യേണ്ടെന്നുള്ളൊരു തോന്നല എൻ്റെ മനസ്സിലെപ്പോഴും. പക്ഷെ പാസ്റ്റർമാർ പറയും, ജോലിയോടുകൂടെ ഞാൻ ദൈവവേല ചെയ്യാം എന്നുണ്ടെങ്കിൽ കൈ ഉയർത്താൻ പറയുമ്പോൾ ഞാൻ ഉയർത്തും, അല്ലാതെ ഞാൻ ഉയർത്താറേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു 8th പഠിക്കുമ്പോൾ ഞാൻ ഈ സ്വപ്നം കാണുന്നതും മമ്മിയോട് ഷെയർ ചെയ്യുന്നതൊക്കെ. മമ്മി എന്നോട് പറഞ്ഞു, ദൈവം നിന്നെ കാണിക്കുന്നതാ, നീ മത്സരിക്കരുതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് പേടിച്ചു. കുറച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്രയും നാള് പ്രാർത്ഥിക്കും. പപ്പയും മമ്മിയും ഞങ്ങളെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത്. എല്ലാത്തിനും ഭയങ്കര ടൈം ടേബിൾ ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ ഒക്കെ ഞാൻ വിചാരിക്കും, എന്തിനാ പപ്പയും മമ്മി ഇത്ര സ്ട്രിക്റ്റ് ആക്കുന്നേ, ഭയങ്കര വെറുപ്പായിരുന്നു. പക്ഷെ പിന്നീട് അതിനൊക്കെ മനസ്സിലായിട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ആയി പോയപ്പോഴായിരുന്നു
ഒരു 9th 10th പഠിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് യേശുബച്ചൻ എന്നോട് സംസാരിക്കുന്നതും, ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ഒരു പാസ്റ്ററുടെ കീഴിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പോയി ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തൊക്കെ ഞാൻ ചെയ്താലും ഈ ബൈബിൾ മാത്രം എടുക്കില്ല. കാരണം പപ്പയും മമ്മിയും സാക്രിഫൈസ് ചെയ്യുന്നത് കണ്ടത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ മേ ബി അതൊരു റീസൺ ആയിരിക്കാം. കാരണം ഒരു പാസ്റ്ററിന്റെ മോളിൽ നിന്നുള്ള നിലയിൽ ഒത്തിരി നല്ല അനുഭവങ്ങളുണ്ട്. അതേസമയം ഒരുപാട് വാക്കുകൾ ഒക്കെ ഇങ്ങനെ കേട്ട് കേട്ട് ചെറുപ്പം മുതൽ അതിനോടൊന്നും ഒരു ഈ നാളെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഇതായിരിക്കില്ലേ എൻ്റെ അവസ്ഥ എന്നുള്ളൊരു തോട്ടായിരുന്നു ചെറുപ്പം മുതൽ എനിക്ക്. പക്ഷെ യേശുപ്പച്ചൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചു. അങ്ങ് ഈ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ എൻ്റെ ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചത്. പക്ഷെ അതിന് മുന്നേയും പല കാര്യങ്ങളും ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ചില ടെസ്റ്റിമണീസ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ഞങ്ങൾ ചെറുപ്പം മുതൽ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പപ്പയും മമ്മിയും എന്നെയും എൻ്റെ ചേച്ചീനെയും വിശ്വാസത്തിൽ വളർത്തിയ. ഇന്ന് ഞങ്ങൾക്ക് ഉള്ളതെല്ലാം എല്ലാം A to Z ഞങ്ങൾ യേശുപ്പച്ചനോട് ചോദിച്ചു വാങ്ങിയതാണ്. ഞങ്ങൾക്ക് പപ്പയും മമ്മിയും എപ്പോഴും ഞങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമായിരുന്നു, എന്തേലും ഉണ്ടെങ്കിൽ യേശുപ്പച്ചനോട് പോയി ചോദിക്കുക, ചോദിച്ചിട്ട് വേണം ഞങ്ങളോട് വന്ന് പറയാൻ. അപ്പം റിയൽ ലൈഫിലാണെങ്കിൽ പോലും യേശു കർത്താവിനോട് ചോദിക്കാതെ പോയിട്ട് പപ്പ ഒന്ന് ഇത് വാങ്ങിച്ചോ ചോദിച്ചാൽ നടക്കില്ല. പപ്പയോട് ഞാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. യേശുപ്പച്ചനോട് ചോദിച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനെ ചോദിക്കാതെ പോയിട്ട് പപ്പയോടോ മമ്മിയോട് ചോദിച്ചാൽ ആ കാര്യം നടന്നിട്ടുണ്ടാവില്ല. അറ്റ് ദ സെയിം ടൈം ഫസ്റ്റ് യേശുപ്പച്ചനോട് പോയി പറയാം, യേശുപ്പ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ദയവായി ചെയ്തു തരണേ എന്ന് പറഞ്ഞ് പോയി പപ്പയോട് മമ്മിയോട് ഈ കാര്യം ഷെയർ ചെയ്യുമ്പം ആ കാര്യം എങ്ങനെയും നടക്കും. അത് ചെറുപ്പം മുതൽ പപ്പയും മമ്മിയും ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യമായിരുന്നു. ചെറുപ്പത്തില് എൻ്റെ ചേച്ചിയും പപ്പയും മമ്മിയും ഒരു എക്സ്പെരിമെന്റിലായിരുന്നു ഞങ്ങളെ ഫെയ്ത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ബലൂൺ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിക്ക്. അപ്പം ചേച്ചി പപ്പയോടും മമ്മിയോടും ചോദിച്ചു, എനിക്കൊരു ബലൂൺ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പം പപ്പയമ്മയും പറഞ്ഞു, പോയി ഇരുന്ന് പ്രാർത്ഥിക്ക്, നീ യേശുപ്പച്ചനോട് ചോദിക്ക്, ബലൂൺ തരുമോ യേശുപ്പച്ചൻ എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി ഓടിപ്പോയി കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുക, യേശുപ്പ എനിക്കൊരു ബലൂൺ തരണേ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ച് ഓടിപ്പോയി. തിരിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ചേച്ചി കാണുന്നത് മേളിൽ നിന്ന് ബലൂൺ ഇങ്ങനെ പറന്ന് വരിക, കാറ്റത്ത് ഇങ്ങനെ പറവുക. സംഭവം ചേച്ചി പ്രാർത്ഥിക്കാൻ പോയ സമയം പപ്പയും മമ്മി എപ്പോഴും ബലൂൺ സ്റ്റോക്ക് ചെയ്ത് വെക്കും, ചേച്ചിക്ക് ബലൂൺ ഇഷ്ടമുണ്ട്. അപ്പം ബലൂൺ എടുത്തിട്ട് പപ്പ വീർപ്പിച്ചിട്ട് ടെറസിന്റെ മേളിൽ പോയി ഇരുന്നതാ. പക്ഷെ ചേച്ചി അപ്പൊ വിചാരിക്കുന്നത് ബലൂൺ യേശുപ്പച്ചൻ സ്വർഗത്തിൽ നിന്ന് ഇട്ട് തരുന്നതാ എന്നാണ് ചേച്ചിയുടെ ആ ഒരു വിശ്വാസം. അതുപോലെ ഞാൻ പണ്ട് ഞാനും ചേച്ചിയാണെങ്കിലും ഒന്നും വാശി പിടിക്കത്തൊന്നുമില്ല, അത് വേണം ഇത് വേണം അങ്ങനൊന്നും ചെയ്യില്ല. അപ്പൊ എന്താണെന്നറിയില്ല, ഞങ്ങൾ പപ്പയുടെ കൂടി സാഹചര്യം അന്ന് വളരെ മനസ്സിലാക്കിയിട്ടായിരുന്നു ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ഞാനും പപ്പയും മമ്മിയും ബൈക്കിൽ പോവുക. അപ്പം ഈ അന്ന് കുഞ്ഞു കൊച്ചാ. അപ്പൊ ഫ്രണ്ടില് ടാങ്കിന്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഷോക്കേസിന്റെ ഉള്ളിൽ കൂടെ ഞാൻ ഒരു വാച്ചിന്റെ ബോക്സ് കണ്ടു. അപ്പൊ ആ വാച്ചിന്റെ ബോക്സിൽ അതിന്റെ സ്ട്രാപ്പ് മാറ്റിയിടാൻ പറ്റും. അതിൽ 12 കളേഴ്സ് ഉണ്ടാവേ. ആ 12 കളേഴ്സും നമുക്ക് ഇങ്ങനെ ഓരോ ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ആയിട്ട് ഇടാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ അതിങ്ങനെ നോക്കിയിരിക്കുക, എനിക്കാണെങ്കിൽ ആ വാച്ച് വേണം. പക്ഷെ ഞാൻ പപ്പയോട് വേണമെന്ന് ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ നോക്കുന്നത് പപ്പ കണ്ടു. അപ്പൊ എന്നോട് പപ്പ അന്ന് എന്നോട് വീട്ടിൽ പോയി പറഞ്ഞു, നിനക്ക് വാച്ച് വേണമല്ലേ, നീ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കും, യേശുപ്പച്ചൻ നിനക്ക് തരും. അതിനിപ്പോ ഞാൻ പിന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, യേശപ്പ വാച്ച് തരണേ വാച്ച് തരണേ വാച്ച് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പം എൻ്റെ പില്ലോന്റെ അടിയിൽ ഈ വാച്ചിന്റെ സെറ്റാ. അപ്പൊ ഞാൻ വാച്ചിന്റെ സെറ്റ് കണ്ടപ്പോ അന്നൊന്നും പപ്പയും പറയില്ല, അവരാ വാങ്ങിച്ചു വെച്ചതെന്നൊന്നും പറയില്ല. അപ്പൊ ഞാൻ അയ്യോ, ഓടിപ്പോയി അവരെ കാണിച്ചിട്ട് അയ്യോ വാച്ച് കിട്ടി എന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ കാണിക്കും. അപ്പൊ ആ ഒരു രീതിയിലായിരുന്നു പപ്പയും മമ്മിയും ഞങ്ങളെ ആ ചെറുപ്പത്തില് വിശ്വാസത്തിൽ ഉറപ്പിച്ചേ. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായി, യേശുപ്പച്ചനോട് എന്ത് ചോദിച്ചാലും ദൈവം ഞങ്ങൾക്ക് അത് ചെയ്തു തരും എന്നുള്ളൊരു വിശ്വാസം. അങ്ങനെ ഗ്രാജുവലി വളർന്നു വന്നു. ഒരു എന്താ പറയാ, പല 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 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും യേശുപ്പച്ചനോട് ചോദിച്ച് ഈ മമ്മിയും പപ്പയും ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന കാര്യമുണ്ട്, ഡയറിയിൽ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് അതിന്റെ സൈഡിൽ ഒരു ബോക്സ് ഇട്ട് വെക്കും. അപ്പം നമുക്ക് ആ കാര്യം ദൈവം ചെയ്തു തന്നതിൽ ടിക്കിടും. കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ തൊട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ പേഴ്സണൽ പ്രെയറിന്റെ ടൈം ഉണ്ടാവും, ആ പേഴ്സണൽ പ്രെയറിന്റെ ടൈമിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം. പേഴ്സണൽ പ്രെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ചേച്ചിയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, രണ്ടുപേരും കൈ ഓർത്തിരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ വലുതായതിനു ശേഷവും ഞങ്ങൾ പ്രാർത്ഥിച്ച് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്രയോ അത്ഭുതങ്ങളായി, ലിറ്ററലി ഞങ്ങൾ കേട്ടുകൊണ്ട് ഇറങ്ങിയ എത്രയോ വിഷയങ്ങൾ ഞങ്ങളുടെ ലൈഫിലുണ്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു ബ്ലെസ്സിങ് ഇന്ന് ഞങ്ങളിവിടെ
അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ പപ്പയും മമ്മിയും ഒക്കെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണെങ്കിലും അവര് പപ്പയും മമ്മിയും ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ചാക്കിൽ കുറച്ച് സാധനങ്ങളായിട്ട് ഇറങ്ങിയതാ ദൈവവേലയ്ക്ക്. പക്ഷെ ആ ഒരു കഷ്ടപ്പാടിലും പപ്പയും മമ്മി ഞങ്ങൾക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആയിരുന്നു. ഇപ്പോഴും ഞാൻ അതിന് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഞങ്ങൾ പഠിച്ചത് ICSE സിലബസിലായിരുന്നു ആദ്യം. അപ്പം അവിടെ ഭയങ്കര ഫീസാ. അപ്പം പപ്പയ്ക്കും മമ്മിക്കും അത് അങ്ങ് എന്താ പറയാ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ പലരും പറയും എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ പഠിപ്പിക്കുന്നേ. ആ പഠിപ്പിക്കുന്നത് മാത്രമല്ല അവിടെ സ്കൂൾ ഫീസ്, പിന്നെ ഈ എക്സാം ഫീസ്, എല്ലാത്തിനും ഫീസാ. അപ്പം എല്ലാരും പറയും അവിടെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന താങ്ങാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. കാരണം അതൊക്കെ പപ്പയമ്മയും ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ആ ഒരു മൊമെന്റിലുള്ള പീരീഡാ. അങ്ങനെ ഇരിക്കുമ്പോൾ പപ്പയും മമ്മിയും ഞങ്ങളോട് പറയും നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ എക്സാമിന്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനും ചേച്ചിയും പോയി മുട്ടുമേലെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും, യേശപ്പാ ഫീസ് അടയ്ക്കാൻ പൈസ തരണേ, ഫീസ് അടയ്ക്കാൻ പൈസ. കറക്റ്റ് ആ ടൈമിലായിരിക്കും ആരെങ്കിലും വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നതും. ഞങ്ങൾക്ക് എത്രയാണോ ഫീസ് അടയ്ക്കേണ്ടത് അത്രയും ഫീസ് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് പോകും. അത്രയും ദൈവം ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ യേശുവച്ചൻ ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ വളർന്നു വരുന്ന സമയത്തായിരുന്നു ദൈവവേലയ്ക്ക് വേണ്ടി യേശുവച്ചൻ എന്നെ കണ്ടതാന്നുള്ള ബോധ്യമൊക്കെ എനിക്ക് വരുന്നതും ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതും. അങ്ങനെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ശേഷവും സമർപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാനൊരു പാസ്റ്ററിന്റെ മോളാ, ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു, എല്ലാം ശരിയാണെങ്കിലും എവിടേക്കോ വലിയ വലിയ പാപവും അല്ലാതെ ഭയങ്കര കുറുമ്പ് അങ്ങനൊന്നും അല്ല. പക്ഷെ എനിക്കും യേശുബിച്ചനും തമ്മിൽ വലിയ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. തട്ടിമുട്ടി അങ്ങനെയൊക്കെ പോകും, അല്ലാതെ ഭയങ്കര ഇന്റിമസിയോ അല്ലെ ഒരുപാട് പപ്പയും മമ്മിയും പറയുന്നത് കൊണ്ട് പ്രാർത്ഥിക്കും, അല്ലാതെ ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നുമല്ല. അങ്ങനെ പോവാ. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങള് ചെന്നൈയിലോട്ട് ട്രാൻസ്ഫർ ആയി. ചെന്നൈയിലും നല്ല അടിച്ചു പൊളിച്ചൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വേറൊരു സ്ഥലത്തോട്ട് ഞങ്ങൾ ട്രാൻസ്ഫർ ആയിപ്പോയി. ആ ഒരു സ്ഥലത്ത് ട്രാൻസ്ഫർ ആയി പോയപ്പോഴായിരുന്നു എൻ്റെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആയി പോയത്. കാരണം ഈ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടം ഒക്കെ അനുഭവിച്ച് വളർന്നതൊക്കെ ആണെങ്കിൽ പോലും ഒരു സർട്ടൺ പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ലൈഫ് സ്റ്റൈലേ മാറി. യേശുബച്ചൻ ഞങ്ങളെ ഒരുപാട് അനുഗ്രഹിച്ചു. ഞാൻ ഈ കുറച്ചു നേരം മുന്നേ പറഞ്ഞ ആ സാക്രിഫൈസ് ഒക്കെ ഉണ്ടായത് ഒരുപാട് കുഞ്ഞായിരിക്കുമ്പോഴാണ്. പക്ഷെ അതിന് ശേഷം ദൈവം ഞങ്ങൾ ഒരുപാട് എല്ലാ അനുഗ്രഹങ്ങളും തന്നു മാനിച്ച്. ഞാൻ ഒരു +2 കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പല സ്ഥലങ്ങളിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് കേരളത്തിലോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ഇത്രയും നാളുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചേർച്ചിലോട്ടായിരുന്നു ഞങ്ങൾ ട്രാൻസ്ഫർ ആയി പോയത്. അത് എന്നെ കൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോകുമ്പം കോവിഡിന്റെ ടൈമാണ്. അപ്പം ഒരു നാരോ റോഡ് അത്രേ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് വേറൊരു വണ്ടി വന്നാൽ നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല, അങ്ങനത്തെ ഒരു റോഡ്. അങ്ങനെ പോകുമ്പം ഞങ്ങൾ എപ്പോഴും ഒരു ചർച്ചിൽ നിന്ന് വേറൊരു ചർച്ചിലോട്ട് ട്രാൻസ്ഫർ ആയി പോകുമ്പം ആ ചർച്ചിൽ പോയി കാണാറുണ്ട്, എങ്ങനെയാ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പക്ഷെ ഈ ചർച്ചിലോട്ട് ട്രാൻസ്ഫർ ആയി പോകുമ്പം അവിടെ കാണാൻ പോയിട്ടൊന്നുമില്ലായിരുന്നു. പപ്പ മാത്രം പോയി കണ്ടു. അപ്പൊ ഞാൻ പപ്പയോട് ചോദിച്ചു, പപ്പ എങ്ങനെ ഉണ്ടായിരുന്നു ആ ചർച്ചെന്ന് ചോദിച്ചു. പപ്പ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല മോളെ, യേശുബച്ചൻ നമ്മൾ എവിടെ അയച്ചാലും നമ്മൾ പോകും. അപ്പം ഞങ്ങളും അങ്ങനെ തന്നെയാണ് പഠിച്ചത്. പപ്പയും മമ്മി ഞങ്ങളെ പഠിപ്പിച്ചത് യേശുബച്ചൻ എന്ത് ചെയ്താലും നമ്മൾ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പം അതിനനുസരിച്ച് അപ്പം അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു അത് കുഞ്ഞു ചർച്ച അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ദൈവം എവിടെ അയച്ചാലും പോകുന്നൊക്കെ വലിയ വലിയ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വരുന്നേ. പക്ഷെ ട്രാൻസ്ഫർ ആയി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന ആ വഴി, ആ ചേർച്ചിലോട്ട് തിരിയേണ്ട ഒരു 3 കിലോമീറ്റേഴ്സ് ഉള്ളിലോട്ട് പോകണം ആ ചേർച്ചിൽ പോകണമെങ്കിൽ. അപ്പം പോകുന്ന ആ റോഡ് കണ്ടപ്പോൾ തന്നെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. ഞാനാണ് വരുന്നത് ചെന്നൈയിൽ നിന്ന്. അപ്പം ഇത്രയും നാള് വേറെ അങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാം ഇതായിപ്പോയി. അതിൻ്റെ ഇടയിൽ ചേച്ചി മാരീഡ് ആയിപ്പോയി. അപ്പം ചേച്ചി ഇല്ല കൂടെ, ഞാനും പപ്പയും മമ്മിയും മാത്രം. ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ ഞാൻ ആ ചേർച്ചിലോട്ട് എത്തുമ്പം അവിടെ ആരുമില്ല, കോവിഡ് ആയതുകൊണ്ട്
ആൾക്കാരൊന്നും വരാൻ പാടില്ലല്ലോ. സാധനങ്ങൾ ഇറക്കുമ്പം അവിടെയുള്ള നെയ്ബേഴ്സും ചേർച്ചിലെ സെക്രട്ടറിയും സെക്രട്ടറിന്റെ വൈഫും അമ്മച്ചിയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അവര് മാത്രം വന്ന സാധനങ്ങൾ ഇറക്കുമ്പോൾ ഞാനിങ്ങനെ കരയുക. ആ പാസനേജിന്റെ ഉള്ളിൽ പോയിട്ട്, യേശപ്പ അത്രയും ദൈവം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇടാനായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് മനസ്സിൽ വന്നു. കാരണം ആ സ്ഥലം എന്ന് വെച്ചാൽ ആന ഇറങ്ങുന്ന സ്ഥലം, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ റബ്ബർ ട്രീസാ. ഒറ്റ വീടില്ല, വീടേ ഇല്ല. വീടുണ്ട്, കുറച്ചങ്ങോട്ട് പോകണം. അല്ലാതെ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, എൻ്റെ പ്രായത്തിലുള്ള ആരുമില്ല. ഒരു വല്ലാത്തൊരു സ്ഥലം. അവിടെ എത്തിപ്പെട്ടതാണെങ്കിൽ ഒരു രാത്രി. ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ മോർണിംഗ് ട്രാവൽ ചെയ്ത് അവിടെ നാട്ടിലെത്തുമ്പോൾ രാത്രിയായി. എനിക്കാണെങ്കിൽ റേഞ്ച് ഇല്ല, ഫോൺ വിളിക്കാൻ പറ്റത്തില്ല, ഒന്നും കാണാൻ പറ്റില്ല. മൊത്തത്തില് ഭയങ്കര ദേഷ്യം. ഞാൻ സാധനങ്ങൾ ഇറക്കുമ്പോൾ ഞാൻ ഇരുന്ന് കരയുക. ഇനി ഒരു സൊല്യൂഷൻ ഇല്ല, ഇവിടെ നിന്നേ പറ്റൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് മമ്മി പെട്ടെന്ന് വന്ന് എന്നോട് പറഞ്ഞു, ഷെർമോളെ നീ കരയരുത്. എന്നെ വീട്ടില് ഷെറിന്നാട്ടോ വിളിക്കുക. എന്റെ ഒഫീഷ്യൽ നെയിം അബിയ. അപ്പം പപ്പയും അമ്മ എന്നോട് പറഞ്ഞു, ഷെർമോളെ നീ കരയരുത്. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് കൊലാപ്സ്ഡ് ആയിപ്പോയി. യേശപ്പ എന്തിനാ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവന്നിടുന്നേ എന്നൊക്കെ ദൈവത്തോട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം എല്ലാരും പോയി കഴിഞ്ഞിട്ട് പപ്പയും മമ്മിയും ഞാനും മാത്രം, ഒരു അന്ധകാരം, ഭയങ്കര കോവിഡ് ഒന്നും പറയണ്ട. അങ്ങനെ ഇരിക്കുമ്പോ പപ്പയും അമ്മയും ഞാനും കൂടി ആ ഹാളില് മൂന്നുപേരും കൈകോർത്ത് നിന്ന് പ്രാർത്ഥിക്കുക. പപ്പ എന്നോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ശരമോളെ, യേശുദാസിന് എന്തേലും ഒരു പ്ലാൻ ഇല്ലാതെ അല്ല ദൈവം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും പപ്പയുടെയും മമ്മിയുടെ ഒരു വാക്കും എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റിയില്ല. അവസാനം ഞാൻ കരയുന്ന കണ്ടിട്ട് പപ്പയും മമ്മിയും കരയാൻ തുടങ്ങി. കൂട്ടക്കരച്ചിലായി പോയി. അങ്ങനെ മൂന്നുപേരും കൂടി കരഞ്ഞ് അന്ന് എന്തോ ഞങ്ങള് ബൂസ്റ്റ് ഉണ്ടാക്കി കുടിച്ച് മൂന്നുപേരും കൂടി ഒരു കട്ടില് ഞങ്ങള് അങ്ങനെ ഒരുമിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഒന്ന് പുറത്തുപോയി നോക്കിയപ്പോ കുറച്ച് ഗ്രീനറി ഒക്കെ കണ്ടപ്പോ ഇങ്ങനെങ്കിലും പകലെങ്കിലും ഇതെങ്കിലും കാണാൻ പറ്റുമല്ലോ എന്ന് ഓർത്തു. ഇത്രയും നാള് സിറ്റിയിൽ ഉണ്ടായിട്ട് ഇപ്പൊ പുറത്തുപോയി നോക്കിയപ്പോ കുറെ മരങ്ങളാ. അപ്പം ഇപ്പൊ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ പപ്പയും ഞാനും കൂടി ഇങ്ങനെ ആ റബ്ബർ തോട്ടത്തിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ നടക്കാൻ പോയപ്പോ പപ്പ എന്നോട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നും ദോഷമായിട്ട് ചെയ്യില്ല, എന്തേലും ദൈവം ചെയ്യുന്നെങ്കിൽ എല്ലാം നന്മയ്ക്ക് വേണ്ടിയേ ചെയ്യുള്ളൂ. അങ്ങനെ ശരിക്കും ആ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ്. ഞാൻ പറഞ്ഞല്ലോ ആ ചേർച്ച് ഒരു കുഞ്ഞു ചേർച്ചായിരുന്നു. പക്ഷെ ആ ചേർച്ചായിരുന്നു എൻ്റെ ലൈഫിൽ എന്നെ ഞാനാക്കി മോൾഡ് ചെയ്തെടുത്തൊരു ചേർച്ച. ആ ഒരു ചേർച്ച് അന്ന് ആ ഒരു ഫ്യൂ ഡേയ്സ്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 2 വീക്സ് ഞാൻ സഫർ ചെയ്തു. ഞാൻ സഫേർഡ് ലൈക്ക് എനിത്തിങ്. കാരണം ഫ്രണ്ട്സ് ഇല്ല, ആരോടും സംസാരിക്കാനില്ല, നെറ്റ് ഇല്ല, എന്താ റേഞ്ച് കിട്ടത്തില്ല, ഒന്നുമില്ല, ഒരു ടൈം പാസ് ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു പപ്പയും മമ്മിയും, പിന്നെ ക്വാറന്റൈൻ, തമിഴ്നാട്ടിൽ നിന്ന് വന്നതും കൂടിയല്ലേ, അപ്പം പുറത്തു പോയി ഇറങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പപ്പയും മമ്മിയും 21 ഡേയ്സ് ഫാസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്തായിരുന്നു എന്താ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്കും 21 ദിവസം ഉപവസിക്കണം എന്നുള്ളൊരു തോട്ട് വരുന്നത്. പക്ഷെ എപ്പോഴും എന്നെ ഉപവസിക്കാൻ എൻകറേജ് ചെയ്യുന്നത് എൻ്റെ മമ്മിയാണ്. എന്ന് വെച്ചാൽ പപ്പ എൻകറേജ് ചെയ്യില്ല എന്നല്ല, പപ്പയ്ക്ക് എപ്പോഴും പപ്പ കോൺഷ്യസാ. അയ്യോ വേണോ, നീ ഒരു നേരം കഴിച്ചോ അങ്ങനെയൊക്കെ പറയും. പക്ഷെ മമ്മി വേണ്ട, അവൾ എടുക്കട്ടെ അങ്ങനെ പറയാം. ഞാൻ ഫസ്റ്റ് ടൈം 3 ഡേയ്സ് ഫാസ്റ്റ് ചെയ്യുന്നത് 6th തോന്നുന്നു. അതിന് മുന്നേ തൊട്ട് പപ്പയും മമ്മിയും ഞങ്ങൾ സൺഡേ എപ്പോഴും ഫാസ്റ്റിംഗ് ആയിരുന്നു. ഉച്ചവരെ ചെറുപ്പം മുതൽ ഫുഡ് തരത്തില്ല. അപ്പം ഞായറാഴ്ച അങ്ങനെ ഫാസ്റ്റ് ചെയ്ത് ശീലമുള്ളത് കൊണ്ടും പിന്നെ 3 ദിവസം ഉപവസിച്ചിട്ടുണ്ട്, 7 ഡേയ്സ് ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട്, 21 ഡേയ്സ് ഇതുവരെ ഫാസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം അന്ന് 17 വയസ്സേ ഉള്ളൂ, +2 കഴിഞ്ഞ സമയം. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഒരു തോട്ട്, പപ്പയമ്മ എല്ലാ വർഷവും ഫാസ്റ്റ് ചെയ്യുന്നതാ. അപ്പൊ ഇങ്ങനെ 21 ദിവസം ഫാസ്റ്റ് ചെയ്യാൻ പോവാന്നൊക്കെ ഇങ്ങനെ വീട്ടിൽ സംസാരിക്കാൻ ഞാൻ കേട്ടപ്പം ഞാൻ പപ്പയോടും മമ്മിയോടും പോയി പറഞ്ഞു. മെല്ലെ പറഞ്ഞു, സമ്മതിക്കില്ല എന്നറിയാം, എന്നാലും പോയി പറഞ്ഞു, ഞാനും നിങ്ങളുടെ കൂടെ ഫാസ്റ്റ് ചെയ്തോട്ടെ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ മമ്മി കേട്ടോട്ട് മമ്മി പറഞ്ഞു, പറ്റില്ല 21 ദിവസം ഒന്നും ഫാസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നീ വേണേ രാത്രി കഴിച്ചോ, ഫുൾ എടുക്കാനൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനും നേരെ തിരിച്ചുണ്ടായത്. പക്ഷെ എൻ്റെ പപ്പ പറഞ്ഞു അവൾ ഫാസ്റ്റ് ചെയ്യട്ടെ, കാരണം പപ്പ എപ്പോഴും വേണ്ടെന്നേ പറയുള്ളൂ. പക്ഷെ അന്ന് പപ്പ പറഞ്ഞു അവള് ഉപവസിക്കട്ടെ, മമ്മി പറഞ്ഞു വേണ്ട. അങ്ങനെ എന്തായാലും പപ്പയും മമ്മിയും കൂടി ഓക്കെ ആയി. പിന്നെ പപ്പയും മമ്മിയും പറഞ്ഞു ഓക്കെ നീ ഫാസ്റ്റ് ചെയ്ത, അവരുടെ കൂടെ തന്നെയാണല്ലോ. അങ്ങനെ ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പം
നെക്സ്റ്റ് എൻ്റെ ഒരു +2 കഴിഞ്ഞു. +2 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു എനിക്ക്. അപ്പം എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു പുറത്തു പോയി പഠിക്കണം, എബ്രോഡിൽ പോയി പഠിക്കണം എന്നൊക്കെ. അത് ഒരുപാട് ദേവദാസന്മാരിലൂടെ ദൈവം വാഗ്ദത്തം ചെയ്തൊരു കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പക്ഷെ എൻ്റെ പപ്പയും മമ്മിയും എന്ന് വെച്ചാൽ വീട് വിട്ട് എവിടെയും പോകാൻ സമ്മതിക്കൂല. അങ്ങനെ എന്താ പറയാ, ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പാരൻസാ. അപ്പം മാക്സിമം എത്ര പപ്പയുടെയും മമ്മയുടെയും കൂടെ നിൽക്കാൻ പറ്റുന്നു അത്രയും നിൽക്കണം എന്നൊക്കെ ആയിരുന്നു അവരുടെ ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമൊക്കെ വന്നത്. അപ്പം പപ്പയും അമ്മയും പറഞ്ഞു, ദൈവഹിതം എന്താണോ അതിനു വേണ്ടി നീ സമർപ്പിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഈ 21 ഡേയ്സ് ഫാസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നതും 21 ദിവസം ഞാൻ പപ്പയുടെയും മമ്മയുടെയും കൂടെ ഫാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. 21 ദിവസം ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ 3-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആഗ്രഹം, പുറത്തുപോയി പഠിക്കുന്നത് ദൈവഹിതമാണോ അല്ലയോ എന്ന് എനിക്ക് അറിയണം, പറഞ്ഞേ പറ്റൂ. അങ്ങനെയുള്ളൊരു ഒരു ഒരു വാശിന്നാണോ ആഗ്രഹത്തിന്റെ പേരിലായിരിക്കാം, മേ ബി വോട്ടെവർ. അങ്ങനെ മമ്മി മമ്മി ഒരു പാസ്റ്ററിനോട് പപ്പയും മമ്മിയും കൂടി പറഞ്ഞു. അങ്ങനെ ഒരു പെട്ടെന്നൊരു സൂം മീറ്റിംഗിൽ ആ പാസ്റ്ററുകൾക്ക് അറിയത്തൊന്നുമില്ല ഞാൻ +2 കഴിഞ്ഞെന്നോ ഞാൻ എന്താ ചെയ്യുന്നതെന്നോ ഒന്നും അറിയില്ല. പക്ഷെ കറക്റ്റ് വ്യക്തമായിട്ടുള്ള ദൈവാലോചന വന്നു. തുടർന്നുള്ള വിദ്യാഭ്യാസം അന്യരാജ്യത്തായിരിക്കും, അങ്ങനെയുള്ള ഒരു പ്രൊഫസി യേശുപ്പച്ചൻ തന്നു. പക്ഷെ അത് ആ പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് മാത്രമല്ലായിരുന്നു ഞാനത് വിശ്വസിച്ച്. പലരിലൂടെയും ദൈവാത്മാവ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കും ദൈവം അങ്ങനെ ഒരു അഷ്വറൻസ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. അങ്ങനെ ആ ഒരു 21 ഡേയ്സിൽ അങ്ങനെ ഒരു കൺഫർമേഷൻ യേശുപ്പച്ചൻ തന്നു. അതിൻ്റെ ഇടയിൽ 21 ദിവസം ഉപവാസം അങ്ങനെ കണ്ടിന്യൂ ആയി. 18-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും അന്ന് പുലർച്ചെ ഒരു 3 മണിക്ക് മമ്മി ഞാനും പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ സമയത്ത് പെട്ടെന്നൊരു വയറുവേദന, ഭയങ്കര വേദന. ഞാൻ ഓർത്ത് കഴിഞ്ഞു, എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു വേദന ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ മമ്മി എൻ്റെ അവസ്ഥ കണ്ടിട്ട് മമ്മി പറഞ്ഞു, മതി, മമ്മി ഫുഡ് ഉണ്ടാക്കി തരാം, നീ കഴിക്കുകയും നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല മമ്മി, ഇല്ല ഞാൻ പ്രാർത്ഥിക്കട്ടെ, ഇല്ല ദൈവം സൗഖ്യമാക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മമ്മിക്ക് പേടി, ഞാൻ പപ്പയെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം പപ്പ പപ്പ എന്തായാലും കഴിക്കാൻ പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇല്ല മമ്മി, നമുക്ക് പ്രാർത്ഥിക്കാം, ചിലപ്പം മാറും എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി. മമ്മി എവറി 5 മിനിറ്റ്സ് എന്നെ വന്ന് നോക്കും, എന്തായി. പക്ഷെ എങ്ങനെയാന്നറിയില്ല, അന്ന് രാവിലെ എഴുന്നേറ്റപ്പം ആ വേദന കംപ്ലീറ്റ്ലി മാറി. അപ്പം ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് എനിക്ക് ഈ തൊണ്ടയ്ക്ക് പ്രശ്നമാവും, ഒരു വേദന വരും, ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ത്രോട്ട് ഇൻഫെക്ഷൻ പോലെ വരും. അപ്പം ആ ഒരു പ്രശ്നം മാത്രം ഉണ്ടായിരുന്നു. ഇത് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ടും കുറച്ച് നാൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ബ്രേക്ക് ആവേണ്ടതായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ആ 17th ഇയറിൽ 21 ഡേയ്സ് ഞാൻ ഫാസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു, ഫുള്ളായിട്ട് എടുക്കാൻ ദൈവം സഹായിച്ചു. ആ 21 ദിവസത്തെ ഉപവാസമായിരുന്നു എന്നെ ശരിക്കും മാറ്റിയെടുത്ത്. ഞാൻ യേശുപ്പച്ചനായിട്ട് ഒരുപാട് അടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പേരിന് മാത്രം പാസ്റ്ററിന്റെ മോളായിരുന്നു. എൻ്റെ ചേർച്ചിലെ അച്ചാച്ചന്മാരും ചേച്ചിമാരും കളിയാക്കുക ടേബിൾ ഫാൻ എന്ന് പറഞ്ഞിട്ടാ. കാരണം ഈ എല്ലാവരും ആരാധിക്കുമ്പോൾ ഞാൻ അവരെ നോക്കിയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. ഞാൻ ആരാധിക്കൊന്നുമില്ല. ഞാൻ ആരാധിക്കുമോ ചോദിച്ചാൽ ജസ്റ്റ് ഇങ്ങനെ കൈയടിക്കും, അല്ലാതെ വലിയ സംഭവത്തൊന്നും ആരാധിക്കൊന്നുമില്ല. അങ്ങനെ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. അപ്പം മമ്മി പണ്ട് ഈ ഞാൻ ആരാധിക്കാതിരിക്കുമ്പോൾ എൻ്റെ നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ഫ്രണ്ടിലാണല്ലോ ഇരിക്കുക, മമ്മി കുറച്ച് ബാക്കിലായിരിക്കും, യൂത്ത്സ് ഒക്കെ ഇരിക്കുന്ന അവിടെ ആയിരിക്കും. അപ്പം മമ്മീന്റെ ഫ്രണ്ടിലെ റോയിലെ ചേച്ചിമാർ വിളിക്കും, ആ ചേച്ചിമാർ അവരുടെ മുന്നിലുള്ള ചേച്ചിമാരെ വിളിക്കും, അവരെ എന്നെ വിളിക്കും. അപ്പൊ ബാക്കിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്കറിയാം മമ്മിയാ ബാക്കിൽ നിന്ന് മമ്മി പറഞ്ഞിട്ടാ വിളിക്കുന്നേ. അപ്പൊ എന്തിനാന്ന് ചോദിച്ചാൽ കൈയടിക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കില്ല. പിന്നെ വീട്ടിൽ വന്ന മമ്മീന്റെ വക നല്ല പിച്ചടി എല്ലാം കിട്ടും. അതുകൊണ്ട് മമ്മി പേടിച്ചിട്ട് കൈയടിക്കും. അതല്ലാതെ ദൈവമായിട്ടുള്ളൊരു ബന്ധം കൊണ്ടോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഈ +2 കഴിഞ്ഞ് ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലായിരുന്നു. ഉപവാസ പ്രാർത്ഥന എന്ന് വെച്ചാൽ ഞാനും പപ്പ മമ്മിയും മാത്രം അടങ്ങുന്ന പ്രാർത്ഥന. ആ ചർച്ചില്, ഞാൻ ഈ പറഞ്ഞ ചർച്ചില് ഞങ്ങൾ 3 പേരും മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കും. ആ ഒരു മീറ്റിംഗ്, ആ ഒരു 21 ഡേയ്സ് പ്രെയർ എൻ്റെ ലൈഫിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. യേശുവച്ചൻ എന്നോട് ഒരുപാട് വ്യക്തിപരമായിട്ട് സംസാരിച്ചു. ഞാനും ദൈവമായിട്ട് ഒരുപാട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ദൈവം എനിക്ക് തന്നു. എന്ന് ഞാൻ പറയുക, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ് എന്ന സാംസിൽ ഒരു വാക്യമില്ലേ, അത് ഞാൻ ലിറ്ററലി
ഫേസ് ചെയ്തൊരു കാര്യം. യേശുവചനം രുചിച്ചറിയാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ പുറത്തു പോകേണ്ട കാര്യത്തിന് വേണ്ടി അതിന് ശേഷം ഒരുപാട് ട്രൈ ചെയ്തു. അപ്പൊ പപ്പയും മമ്മിയും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ദൈവഹിതമാണെങ്കിൽ ദൈവം നിനക്കെല്ലാം ചെയ്തു തരും. അപ്പം ഇതിന് ശേഷം ആ പാസ്റ്റങ്ങള് ഇത് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം എനിക്കും ദൈവം ആ ഒരു കൺഫർമേഷൻ തന്നതിന് ശേഷം ഞാൻ ദൈവത്തോട് പല സൈൻസും ചോദിച്ചു. പിന്നെയും ഞാൻ കൺഫർമേഷന് വേണ്ടി ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ദൈവം എനിക്ക് അതിനൊക്കെ കൺഫർമേഷൻ തന്നു. ഞാൻ ചോദിച്ച സയൻസ് ഒക്കെ ദൈവം എനിക്ക് തന്നു. ഞാൻ സയൻസ് വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവം ഇത് ദൈവഹിതമാണെങ്കിൽ ഇന്ന കാര്യം ദൈവം ചെയ്യണം, അല്ല ഇങ്ങനെ അങ്ങനെ ഞാൻ സയൻസ് വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവം സയൻസ് എനിക്ക് തന്നു. പല ദേവദാസന്മാരിലൂടെ ഈവൻ പപ്പേനെ സൂം മീറ്റിംഗിൽ വിളിച്ചിട്ട് പപ്പ മീറ്റിംഗ് പ്രസംഗിച്ച ശേഷം പപ്പേനോട് ആ പാസ്റ്ററുകള് ചോദിക്കും, പാസ്റ്റർക്ക് ഒരു മോളുണ്ടോ? അപ്പൊ പപ്പ രണ്ട് മക്കളുണ്ട്. അപ്പൊ പാസ്റ്ററിന്റെ രണ്ടാമത്തെ മോളോടുള്ള ബന്ധത്തിൽ ചില പേപ്പർ വർക്ക്സ് ശരിയായിക്കൊണ്ടിരിക്കുക. അവരെന്നെ കണ്ടിട്ട് പോലും ഇല്ല. പപ്പയ്ക്ക് അങ്ങനെ ഒരു മോളുണ്ടെന്നോ അല്ലെ ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യേണ്ടെന്ന് പോലും ആ ദേവദാസന്മാർക്ക് അറിയത്തില്ല. അങ്ങനെ പല ദേവദാസന്മാരിലൂടെ ദൈവം സംസാരിച്ചപ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഉറപ്പായി. അങ്ങനെ ഞാന് എൻ്റെ ആ കാര്യത്തിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ഓഫർ വന്നു. ആ ഓഫറിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ 30 സ്റ്റുഡൻസിനെ, ഐ മീൻ കുറെ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്യും. ആ ഇന്റർവ്യൂവിൽ സെലക്ട് ചെയ്യുന്ന 30 സ്റ്റുഡൻസിനെ ഇവർ തന്നെ കൊണ്ടുപോയി പഠിപ്പിക്കും. അങ്ങനെ ഒരു ഓഫറായിരുന്നു. നമ്മുടെ ഒരു 2 ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കോഹോട്ട് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അങ്ങനെ ആ പ്രോഗ്രാമിൽ ഇന്റർവ്യൂ ചെയ്ത് ഞാൻ അതിൽ സെലക്ട് ആയി. അങ്ങനെ ഓസ്ട്രേലിയയിൽ ഒരു ടീമും എന്നെ ഇന്റർവ്യൂ ചെയ്തു. പപ്പയും മമ്മിയും കാണണമെന്ന് പറഞ്ഞു. പപ്പയും മമ്മീനെയും ഒരു സൂം മീറ്റിംഗിൽ കണ്ട് എന്നെ ബാംഗ്ലൂർ, ആദ്യം നമ്മൾ ബാംഗ്ലൂരോട്ട് പോകണം, പിന്നെ അവിടുന്ന് ഫ്ലൈ ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എല്ലാം ഓക്കെ ആയി പോകും എന്നൊക്കെ ഉള്ളൊരു എക്സ്പെക്ടേഷൻ വന്ന ആ സമയത്തായിരുന്നു പെട്ടെന്ന് എനിക്കൊരു മെയിൽ വരുന്നു, ഈ കോഹോട്ടിൽ പോവാൻ പറ്റില്ല, ആ പ്ലാൻ ഡ്രോപ്പായി എന്നൊക്കെ പറഞ്ഞ് ഒരു ഇത് വന്നു. ഞാൻ പെട്ടെന്ന് ഷോക്കായി പോയി. കാരണം കുറച്ചു പേരെ സെലക്ട് ചെയ്യുള്ളൂ, അതിൽ നമ്മൾ ഒരാളാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും യേശുബിച്ചിന്റെ വലിയ പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞ് അതിനു മുന്നേ ഞാൻ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞും പോയി ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു, നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്തു. അപ്പം ഇത്രയും എക്സ്പെക്ട് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയാ, സഹിക്കാൻ പറ്റിയില്ല. അതിനുശേഷം പല UK പോകേണ്ടത് നോക്കി. പക്ഷെ അപ്പൊ ലോണൊന്നും സാങ്ഷൻ ആയില്ല. അങ്ങനെ പല സിറ്റുവേഷൻ വന്ന് എൻ്റെ ഒരു വർഷം അങ്ങനെ ഡ്രോപ്പ് ആയിപ്പോയി. അപ്പം ഞാൻ ഭയങ്കര ഫെഡപ്പ് ആയിപ്പോയി. ഞാൻ യേശുബച്ചനോട് ചോദിച്ചു, ദൈവമല്ലേ എന്നോട് പ്രോമിസ് ചെയ്തേ, ഞാനായിട്ട് എടുത്ത ഡിസിഷൻ ആണോ? അപ്പം ഞാൻ യേശുബച്ചനോട് ഞാൻ പറഞ്ഞു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം ശരിയാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ മമ്മിയോട് പറഞ്ഞതും പാസ്റ്റങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചതും എല്ലാം. പക്ഷെ ആ പാസ്റ്റങ്ങൾ മാത്രമല്ലല്ലോ പറഞ്ഞു, എത്ര ദേവദാസന്മാര് പറഞ്ഞു. അങ്ങനെയൊക്കെ ദൈവത്തോട് ഒരുപാട് ക്വസ്റ്റ്യൻ. അപ്പം പപ്പയും മമ്മിയും എന്നോട് എപ്പോഴും പറയും, ദൈവഹിതം അല്ലെങ്കിൽ നീ പോണ്ട, ദൈവത്തിന് ഹിതമാണെങ്കിൽ മാത്രമല്ലേ നമുക്കത് വേണ്ടു, ദൈവഹിതം അല്ലാതെ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്നൊക്കെ പറയുമ്പോഴും എനിക്കതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഞാൻ മമ്മിയോട് പറയായിരുന്നു, ഇനി എന്ത് പ്രവചനം കേട്ടാലും എനിക്ക് പ്രവചനത്തിൽ ഒരു വിശ്വാസമില്ല, എൻ്റെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ആയപ്പോഴത്തേക്കും എന്നെ പലരും മമ്മിയോടും പപ്പയോടും പറഞ്ഞു അവള് പിന്മാറി പോകും. കാരണം ഒരു വർഷം ഞാൻ ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു, ദൈവം പറഞ്ഞതാന്ന് പറഞ്ഞ് ഭയങ്കര വിശ്വാസത്തിന്റെ പേരിൽ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ്, പ്രവചനം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി, പ്രവചനത്തിന്റെ പുറകിൽ പോയതല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, പ്രവചനത്തിന്റെ പുറകിൽ പോയതല്ല, ദൈവം എനിക്ക് തന്നൊരു അഷ്വറൻസ് ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ദൈവം ദേവദാസന്മാരിലൂടെ സംസാരിച്ചു. പക്ഷെ ആ ദൈവത്തിന്റെ സമയമല്ല എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞാലും എൻ്റെ ഉള്ളില് എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. അങ്ങനെ ഞാൻ ഭയങ്കര ഫെഡപ്പായി. ആ ഒരു ടൈമില് പിന്നെയും കുറച്ച് യേശുവിൽ നിന്നും അകന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ അതിന് റിക്കവർ ആയി വന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വന്നു, അപ്പൊ ഞാൻ ഇത്രയും നാൾ യേശുബിസിനെ സേവിച്ചത് എനിക്ക് UK പോകാൻ വേണ്ടിയിട്ടായിരുന്നോ? അപ്പൊ ഞാൻ ഓസ്ട്രേലിയ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ എത്ര നാൾ പ്രാർത്ഥിച്ചേ? അപ്പൊ ഞാൻ 21 ദിവസം ഉപവസിച്ചതിന്റെ മെയിൻ പേർപ്പസ് ഞാൻ ഓസ്ട്രേലിയ പോകാൻ വേണ്ടിയിട്ടായിരുന്നു, ഞാൻ UK പോകാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു. ആ ഒരു തോട്ട് എവിടെ വന്നപ്പോ എനിക്കൊരു നാണക്കേടായി. ഓ,
അയ്യോ, അപ്പൊ ഞാൻ ഒരു ഗിൽറ്റ് വന്നു, ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നത് എന്തോ നേടാൻ വേണ്ടിയിട്ടാ എന്നുള്ളൊരു തോട്ട് വന്നപ്പം ഞാൻ ആ തോട്ടൊക്കെ എൻ്റെ ആ ഒരു ആഗ്രഹമൊക്കെ ഞാൻ വിട്ടു. ഞാൻ യേശുപ്പച്ചനോട് പറഞ്ഞു, യേശുപ്പ എൻ്റെ ആഗ്രഹമൊന്നും വേണ്ട, ദൈവത്തിന് എപ്പോഴാണോ എന്നെ അയക്കണ്ടേ അപ്പൊ ദൈവം അയച്ചാൽ മതി. അതിനുള്ള വഴികളൊക്കെ ദൈവം അപ്പൊ എനിക്ക് തുറക്കും. യേശുപ്പച്ചന്റെ ടൈം ആവുമ്പം ദൈവം എനിക്ക് വേണ്ടി ആ വഴി തുറക്കുന്നു, ഞാൻ പോകുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പോകുന്നു, എനിക്കറിയാം. അപ്പം എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ അവിടെ കൊണ്ടുവന്നപ്പം എൻ്റെ മൈൻഡ് ഭയങ്കര ഫ്രീ ആയി. അത്ര നാള് എന്നെ ആരോ കെട്ടിയിട്ട പോലെയായിരുന്നു അത്ര നാള് ഞാൻ ഉപവസിച്ചതും. ആ ഒരു വർഷം ഞാന് ആ 1 ഇയർ ഒരുപാട് ഉപവസിച്ചു. 21 ദിവസം കഴിഞ്ഞിട്ടും 7 ദിവസം 3 ദിവസം, കാരണം ഞാൻ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ട്, എനിക്ക് എവിടെയും പോകണ്ട, പപ്പയുടെയും മമ്മിയുടെയും കൂടെ ഉണ്ട്. ആ ഒരു ടൈമിൽ എപ്പോഴും ഉപവാസവും പ്രാർത്ഥനയും മീറ്റിങ്സിന് പപ്പയുടെയും മമ്മിയുടെയും കൂടെ പുറത്തു പോകും. ഈ ഒരു 1 ഇയർ നല്ലൊരു പീരീഡ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. പക്ഷെ ഈ ഒരു കാര്യം നടന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും പിശാച് അത് യൂസ് ചെയ്തു. ആഹ് ആ ഒരു പീരീഡ് നന്നായിട്ട്, കുറച്ച് ദിവസമാണ് അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. പക്ഷെ ഞാൻ അത് റിയലൈസ് ചെയ്തു, വേഗം തന്നെ ഒന്ന് പുറത്തു വരാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ പാലക്കാട് തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒരു കോളേജിൽ ചേർന്നു. ഗോഡ്സ് ഗ്രേസ് 3 ഇയേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഈ 3 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ ദൈവം വേറൊരു മിറക്കലും കൂടി ചെയ്തു. അതെന്താന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ എനിക്ക് കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ചില കാര്യങ്ങൾ കൊണ്ട് ചേർച്ച് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും പപ്പയുടെ മമ്മിയുടെ കാര്യമൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കും എന്തൊക്കെയോ പ്രഷറൊക്കെ വന്നപ്പോൾ എനിക്ക് പ്രഷർ കാരണം മൂക്കുന്ന് ബ്ലീഡ് ആവും, ടെൻഷൻ കൂടിയിട്ട്. അപ്പം ഇങ്ങനെ 2-3 പ്രാവശ്യം ഉണ്ടായപ്പം, ഇത് പപ്പയും മമ്മ ഇപ്പോഴായിരിക്കും അറിയുന്നത്, 2-3 പ്രാവശ്യം ഉണ്ടായപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞൊന്നുമില്ല. അങ്ങനെ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് മാത്രമേ എൻ്റെ എല്ലാ കാര്യവും അറിയത്തുള്ളൂ. അപ്പൊ ഇവൾക്കറിയാം. അങ്ങനെ ഒരു പ്രാവശ്യം അപ്പം എനിക്ക് ഇടയ്ക്ക് തലവേദന വരും, ഭയങ്കര തലവേദന വരും. അപ്പം ഒരു പ്രാവശ്യം ഇതുപോലെ കോളേജിൽ നിന്ന് ഭയങ്കര തലവേദന വന്ന് വൊമിറ്റിംഗ് ആയി. ഞാൻ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂക്കുന്ന് ബ്ലീഡ് ആവാൻ തുടങ്ങി. മൂക്കുന്ന് ബ്ലീഡ് ആവുമ്പം ഞാൻ പേടിച്ചുപോയി. അപ്പം ബ്ലീഡായിട്ട് ഞാനിങ്ങനെ വേഗം മുഖമൊക്കെ കഴുകി പുറത്ത് വന്നപ്പോൾ എൻ്റെ യൂണിഫോമിൽ ബ്ലഡായി. അപ്പൊ ഇത് ഇവള് കണ്ടു ഉടനെ ഇവള് ഓടിപ്പോയി ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞു. അന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് മനസ്സിലായി, എനിക്ക് പേടിയായി. അപ്പൊ വീട്ടിൽ പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാവോ എന്നുള്ളൊരു കാര്യം വന്നപ്പം ഞാൻ പപ്പയോടും മമ്മിയോടും സൂചിപ്പിച്ചു. ഇങ്ങനൊരു കാര്യം ഉണ്ടായി മമ്മി പപ്പ എന്നൊക്കെ പറഞ്ഞപ്പം അന്ന് പപ്പ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, പ്രഷർ കാരണമാണ്, അതുകൊണ്ട് സ്ട്രെസ് ഒന്നും ഉണ്ടാവരുത്, നിങ്ങളുടെ ഒരു ടെൻഷൻസും ഇവളെ അറിയിക്കരുത് എന്നൊക്കെ പപ്പയോടും മമ്മിയോടും പറഞ്ഞു ഡോക്ടർ. അപ്പൊ പപ്പയും മമ്മിയും പപ്പ ഡോക്ടറോട് അവൾക്ക് എന്താ ടെൻഷൻ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് പപ്പ പുറത്തുപോയി. പക്ഷെ ഞാനാരാ മോള്, ഞാൻ ഡോക്ടറോടൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പം ഡോക്ടറോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഡോക്ടറിനോട് കുറേ ചോദിച്ചു, മോളെ എന്താ പറ്റിയേ. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഡോക്ടർ, ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു സ്ട്രെസ് ആവരുത്, ടെൻഷൻ ആവരുത്, ഹെൽത്തിന് ഒരുപാട് ഇഷ്യൂസ് വരും. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞു, ഇതുപോലെ ഒരു ഞായറാഴ്ച ആരാധന നടക്കുന്ന സമയത്ത് ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുക മൈക്കില്. അപ്പം ആശീർവാദം പറയുന്ന സമയം ലാസ്റ്റ് പാട്ടാ. അപ്പൊ പാടുമ്പോ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ മൈക്ക് പിടിച്ചിരിക്കുക, പാട്ട് ഇങ്ങനെ പപ്പ ഇങ്ങനെ നിർത്താൻ പോവാ. അപ്പം എനിക്ക് പാട്ട് പാടാൻ പറ്റാതെ വന്നപ്പം ഞാൻ മൈക്ക് താഴെ വെച്ചിട്ട് ഞാൻ മേലിലെ പാഷനത്തിലോട്ട് കയറിപ്പോയപ്പോ മൂക്കിൽ എന്തോ ഇങ്ങനെ തടയുന്ന പോലെ തോന്നി. അപ്പം ഞാനിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ സ്ട്രേഞ്ച് ഇങ്ങനെ പുഷ് ചെയ്തു. അപ്പൊ പെട്ടെന്ന് എന്തോ ഒരു സാധനവും കുറെ ബ്ലഡും എന്റെ കയ്യിലോട്ട് വന്നു. ഞാൻ ഇത് കണ്ട് പേടിച്ചു പോയി. അപ്പത്തേക്കും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ചർച്ചിൽ നിന്ന് പുറത്തിറങ്ങി. ഞാൻ മേളിൽ നിന്ന് വിൻഡോയിൽ കൂടെ ചർച്ചിലെ പിള്ളേരോട് പറഞ്ഞിട്ട് പപ്പയെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ പപ്പ മേളിലോട്ട് കയറി വന്നപ്പോഴത്തേക്കും എന്റെ കയ്യിൽ ബ്ലഡൊക്കെ കണ്ടപ്പോ പപ്പ നെട്ടി. അപ്പൊ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാ ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം അന്ന് ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു. നാളെ വാ, ഒരു ENT-നെ കാണിക്കണം, കൺസൾട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ പോയി. അപ്പൊ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുക ചർച്ചില്. പപ്പയും മമ്മിയും ഫുൾ ഫാസ്റ്റിംഗാ. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയപ്പം ഡോക്ടർ പറഞ്ഞു മൂക്കില് ഫുൾ ഇൻഫെക്ഷനാ, മൂക്ക് കംപ്ലീറ്റ്ലി
ഇൻഫെക്റ്റഡ് ആയിരിക്കുക. അപ്പം ഒരു എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയപ്പം പപ്പ കൂടി ഉണ്ടായിരുന്നു. അപ്പം മൂക്കിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുമല്ലോ, പപ്പയ്ക്ക് കാണാൻ പറ്റും. അപ്പൊ നോക്കിയപ്പോ മൂക്ക് കംപ്ലീറ്റ്ലി പോക്കാം. അപ്പം ഈ ബ്ലഡും ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നതൊക്കെ പപ്പ കണ്ടപ്പോഴത്തേക്കും എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദനിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്ര വേദനിക്കുന്ന എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. കാരണം ഇൻഫെക്റ്റഡ് ആയതുകൊണ്ട് അവരിത് ഇടുമ്പോഴത്തേക്കും നല്ല വേദനിക്കും എന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം എനിക്ക് എന്റെ കൈയും കാലും ഒക്കെ ജൂനിയർ ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുക. എല്ലാരും കൂടി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പം പപ്പ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ പപ്പ കുറച്ചേരം കഴിഞ്ഞപ്പോ ഒരാളെ നഴ്സുമാരെ കൂടി പിടിക്കുന്ന കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി പപ്പ താഴെ പോയി. കാരണം ഈ ഇത് കണ്ടപ്പോഴത്തേക്കും പപ്പയ്ക്ക് അങ്ങ് കൊലാപ്സ്ഡ് ആയിപ്പോയി. അപ്പൊ അതും കൂടി ഞാൻ അറിഞ്ഞപ്പോ എനിക്ക് ടെൻഷൻ ആയിപ്പോയി. ഇപ്പം ഭയങ്കര വേദനയും ഇതൊക്കെ ആയപ്പോ ഡോക്ടർ പറഞ്ഞു ഇത്രയും ഇൻഫെക്റ്റഡ് ആയിട്ടും എന്താ ഒരു അത്ഭുതം എന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു വേദന അറിഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇത്രയും ദിവസമായിട്ട്. അത്രയും മൂക്ക് ഇൻഫെക്റ്റഡ് ആയിരിക്കുക, പക്ഷെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ ബ്ലീഡ് ആയതിനു ശേഷമാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഈ നേസൽ പോളിപ്സിന്റെ പ്രശ്നമുണ്ട്, ഗ്രോത്ത് ഉണ്ട്, അപ്പം അർജന്റ് ആയിട്ട് ഒരു സർജറി വേണം അങ്ങനെ പറഞ്ഞു. അപ്പം അതിന് മുന്നേ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതൊക്കെ മാറണമല്ലോ, അത് മാറണം. പിന്നെ ആന്റിബയോട്ടിക്സ് കഴിക്കണം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 10 days കഴിഞ്ഞിട്ട് സർജറി ചെയ്യാം എന്ന് പറഞ്ഞ് സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ആവാൻ പറഞ്ഞു. ആ സർജറിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാനങ്ങ് എന്താ പറയാ ഷോക്കായിപ്പോയി. കാരണം അങ്ങനെയൊന്നും ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹോസ്പിറ്റൽ കേസ് ഒന്നും ദൈവം സഹായിച്ചത് ഇത്ര നാളായിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ വന്നപ്പം യേശപ്പാ ഇതെങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. അങ്ങനെ വീട്ടിൽ പോയി മമ്മി എങ്ങനെയാന്ന് വെച്ചാൽ മമ്മിക്ക് ഭയങ്കര ടെൻഷൻ ആണെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കില്ല. നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. നമ്മള് ഒന്നും പേടിക്കണ്ട മോളെ, ദൈവം എല്ലാം ശരിയാക്കി തരും. അവിടെ മമ്മീന്റെ ഉള്ളിൽ ഫുള്ള് പേടിയായിരിക്കും, പക്ഷെ മമ്മി നമ്മളെ ധൈര്യപ്പെടുത്തും. അങ്ങനെ ആ ഒരു 10 days കോളേജിൽ പോകുമ്പം ആന്റിബയോട്ടിക്സ് കഴിച്ചും ട്രാവൽ ചെയ്യുമ്പോൾ ഒത്തിരി ഞാൻ കോളേജിൽ പോയി വരുമ്പോൾ ഓൾമോസ്റ്റ് 2 hours ട്രാവലിംഗ് ഉണ്ട്. അപ്പം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു പരിവവും മരുന്നിന്റെ ക്ഷീണം, പിന്നെ ഭയങ്കര ടയർഡ്നെസ് ആയിരുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ട് സർജറി ആണല്ലോ എന്നുള്ളൊരു തോട്ട്. അപ്പം ഈ 2 മണിക്കൂർ ട്രാവലിംഗിൽ എൻ്റെ പണി എന്താന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ എങ്ങനെയാ ചെയ്യാന്ന് ഞാൻ യൂട്യൂബിൽ നോക്കും. അപ്പൊ യൂട്യൂബിൽ നോക്കി 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 എനിക്ക് ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഞാനിങ്ങനെ എൻ്റെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ ഞാൻ പറയും, നിങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്നെ അവരിങ്ങനെ കയറ്റിക്കൊണ്ട് പോവില്ലേ എന്നൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ തന്നെ ടെൻഷനാവും. അതായിരുന്നു എൻ്റെ ഒരു ഇത്. അങ്ങനെ ഞാൻ ചില സമയത്ത് കോളേജ് വിട്ട് വരുന്ന സമയത്ത് ഞാൻ കേൾക്കുക ഞാൻ ബസ് ഇറങ്ങി വരുമ്പം ഞാൻ താഴെ വരുമ്പോൾ മേളിൽ നിന്ന് മമ്മി പ്രാർത്ഥിക്കുന്ന സൗണ്ട് കേൾക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ മിണ്ടാതെ അവിടെ നിൽക്കും. അപ്പം മമ്മി ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കും, യേശുപ്പാ എന്റെ കുഞ്ഞിനെ അവളുടെ മേലില് ഒരു സർജറി വെക്കാൻ ദൈവം അനുവദിക്കരുത്. അങ്ങനെ അപ്പം കൊറേ മമ്മ ഒരു ഇത് പറയും, ആദാമിന്റെ മേലിൽ കത്തി വെക്കാതെയല്ലേ ഓപ്പറേഷൻ ചെയ്തേ. ആ ഒരു കാര്യം പറഞ്ഞിട്ട് മമ്മി പ്രാർത്ഥിക്കും. അപ്പം എന്നോട് മമ്മി അത് കഴിഞ്ഞിട്ട് ഞാൻ കേട്ട ഭാവമൊന്നും കാണിക്കില്ല, പക്ഷെ ഞാൻ വീട്ടിൽ കയറിയ മമ്മി എന്നോട് പറയും, നീ പ്രാർത്ഥിക്ക്, യേശുബച്ചൻ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും, അങ്ങനെയൊക്കെ പറയും. അപ്പം മമ്മി എനിക്ക് ഉറപ്പായിരുന്നു ദൈവം എന്തെങ്കിലും ചെയ്യും. പക്ഷെ എന്നാലും മാനസികമായിട്ട് നമുക്ക് പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ 10 days കഴിഞ്ഞപ്പം സർജറി എന്നുള്ളൊരു പേരിൽ തന്നെയായിരുന്നു ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിഞ്ഞപ്പോഴും ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയത്. ഹോസ്പിറ്റലിലോട്ട് പോകുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ആദ്യം ഒരു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം റേഡിയോളജിസ്റ്റ് എന്നെ വിളിച്ചു. റേഡിയോളജിസ്റ്റ് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, മോളെ ഇതിനു മുന്നേ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ, ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ മോളെ, പുറത്ത് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പം വീണ്ടും എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, മോളെ ചെറുപ്പത്തിൽ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു
ഇല്ല ചെയ്തിട്ടില്ല. അപ്പൊ മോക്ക് ഓർമ്മയില്ലാത്ത പ്രായത്തിൽ എപ്പോഴേലും മൂക്കിന് സർജറി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം പാരന്റ്സിനെ വിളിക്കുവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പപ്പനെയും മമ്മീനെയും വിളിച്ചു. അപ്പം പപ്പ പോയി. പപ്പ എന്നോട് ചോദിച്ചു മൂക്കില് സർജറി എപ്പോഴേലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പപ്പ പറഞ്ഞു ഇല്ല അവൾക്ക് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ആ ഡോക്ടർ പറഞ്ഞു പക്ഷെ ഈ സ്കാനിങ് റിപ്പോർട്ടിൽ അവളുടെ ഗ്രോത്ത് ഉണ്ടായ ആ ഭാഗത്ത് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞ ഒരു സ്കാർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പപ്പ ഞാനും ഇങ്ങനെ ഷോക്കായി നിൽക്കുക, ദൈവമേ ഇതെന്താ. അപ്പം ഡോക്ടറൊക്കെ ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് തരുന്നില്ല. കാരണം ഈ ഓപ്പറേഷന്റെ ആ ഒരു സ്കാർ ഉള്ളത് കൊണ്ട് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല ഓപ്പറേഷൻ ഓൾറെഡി കഴിഞ്ഞോ ഇല്ലയോ. അപ്പം ഡോക്ടർ റിപ്പോർട്ട് ചെയ്ത് തരുന്നില്ല. എന്നിട്ട് സീനിയർ ഡോക്ടർ വരട്ടെ ഞങ്ങൾ സംസാരിച്ചിട്ട് റിപ്പോർട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് റിപ്പോർട്ട് എഴുതി ആ സ്കാനിങ് റിപ്പോർട്ടും കൊണ്ട് ഞങ്ങള് എൻ്റെ മെയിൻ ഡോക്ടറുടെ അടുത്ത് വന്നപ്പം ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് ഇതൊരു മിറക്കിൾ ആണല്ലോ അബിയ, ഇത് ഇങ്ങനെ ഒരു ഓപ്പറേറ്റ് ചെയ്ത ഒരു സ്കാർ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് എനിക്ക് എന്താ പറയണ്ടേ ഒന്നും അറിയുന്നില്ല. കരയണോ ചിരിക്കണോ. മമ്മിയാണെങ്കിൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇത് ഡോക്ടേഴ്സ് ഒക്കെ നിൽക്കുക, അവര് മമ്മീനെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലാവില്ലല്ലോ സ്തോത്രം സ്തോത്രം. അവർക്ക് മിറക്കിൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണെങ്കിലും മമ്മിക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യണ്ടേ ഒന്നും ഞങ്ങൾക്കപ്പൊ അറിയുന്നില്ലായിരുന്നു. അങ്ങനെ ഡോക്ടറിന്റെ മൂക്ക് ചെക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞ് മൂക്ക് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു നിന്റെ മൂക്കിൽ ഇപ്പൊ എക്സ്ട്രാ ഒരു ഹോളും കൂടി ഉണ്ട്, അത്രയും ക്ലിയർ ആയി, ഒരു ഒരു കുഴപ്പമില്ല, ഭയങ്കര ഒരു മിറക്കിളാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദൈവം ഒരു വലിയൊരു അത്ഭുതമായിരുന്നു അങ്ങനെ ചെയ്ത്. അത് കഴിഞ്ഞ് വീണ്ടും എവറിത്തിങ് വാസ് ഗോയിങ് വെൽ ആൻഡ് ഗുഡ്. അങ്ങനെയൊക്കെ വിചാരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ലൈഫിൽ ഒരുപാട് എന്താ പറയാ കാര്യങ്ങൾ യേശുപ്പച്ചൻ പഠിപ്പിച്ചു. ഓരോ ദിവസവും ഓരോ മിറക്കിളാ. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ഫൈനൽ ഇയറിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്നൊരു സാഹചര്യത്തില് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഞങ്ങളെ ഫാമിലി ആയിട്ട് വളരെ ബ്രോക്കൺ ആയി പോയൊരു നിമിഷം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യണ്ടേ ഏതാ ചെയ്യണ്ടേ എന്നൊന്നും അറിഞ്ഞില്ല. അന്ന് ഞാൻ പപ്പയോടും മമ്മിയോടും പറഞ്ഞൊരു കാര്യമായിരുന്നു, ദിസ് ഈസ് നോട്ട് അവർ എൻഡ്, ഇറ്റ്സ് ജസ്റ്റ് അവർ ബിഗിനിങ്. ഇത് ഒരിക്കലും നമ്മുടെ അവസാനമല്ല, ഇത് നമ്മുടെ ഒരു തുടക്കം മാത്ര എന്ന് പറഞ്ഞതായിരുന്നു. ശരിയായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ്. ഇന്നും ഞാൻ അതന്നെ വിശ്വസിക്കുന്നത്. ഒരു രാത്രി ഞാനും എൻ്റെ പപ്പയും മമ്മിയും ഒരു മിഡ് നൈറ്റ് കാറിൽ ഞങ്ങൾ മൂന്നുപേരും മാത്രം വരുക, ഒരു വീട്ടിലോട്ട് പോവുക. അപ്പം എനിക്കൊന്നും ചെയ്യാനില്ല, കരയാൻ മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ കരയുക, ഞാൻ ഫ്രണ്ടിലിരിക്കുക, മമ്മി ബാക്കിൽ. ഭയങ്കര ഒരു മരിച്ച വീട് പോലെയായിരുന്നു. കരയാനുള്ളൊരു ഓപ്ഷൻ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ പപ്പയ്ക്കും മമ്മിക്കും കരയരുത് എന്ന് പറയാൻ പറ്റില്ല, കാരണം അവർക്കറിയാം അവരെന്തൊക്കെ പറഞ്ഞാലും കരയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. ഞാൻ യേശുപ്പച്ചനോട് യേശുപ്പ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ ലൈഫിൽ നടക്കുന്നേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരുപാട് വന്നു. പക്ഷെ ആ ഒരു സാഹചര്യത്തില് ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ദൈവത്തിന് ചിലതൊക്കെ നമ്മുടെ ലൈഫിൽ നിറവേറ്റണമെങ്കിൽ ചില അത്രയും ഹാർഡ്ഷിപ്സിലൂടെ നമ്മളെ കടത്തി വിട്ടാലേ നമ്മൾ നമ്മുടെ വാഗ്ദത്ത ദേശത്ത് എത്തുള്ളൂ. അതിനുവേണ്ടി ചിലത് നമ്മുടെ ലൈഫിൽ ദൈവം അനുവദിക്കും എന്നുള്ളൊരു കാര്യം യേശുപ്പച്ചൻ എന്നെ പഠിപ്പിച്ചു. അന്ന് രാത്രി ഞാൻ കരഞ്ഞുകൊണ്ട് ഞങ്ങള് വീട്ടിൽ എത്തി. കരഞ്ഞുകൊണ്ട് ഞാൻ ബെഡിൽ കയറി കിടന്നു. അങ്ങനെ ഉറങ്ങിപ്പോയി. ഒരു 2-3 ദിവസം ഒന്നും കഴിക്കില്ല, ഒന്നും കുടിക്കില്ല, ഡിപ്രഷൻ അടിച്ച പോലെ. പപ്പയും മമ്മിയാണേലും അവരും അതേ ഒരു സിറ്റുവേഷനിലായിരുന്നു. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ കൂടെ ഞങ്ങൾ പോകുമ്പോൾ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഓർക്കരുത് എന്ന് വിചാരിക്കാത്ത നിമിഷങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു എൻ്റെ മമ്മിയും പപ്പയും, മമ്മി എന്നോട് പറഞ്ഞ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, പപ്പയും മമ്മിയും ഓൾറെഡി തകർന്നിരിക്കുക, അതിൻ്റെ ഇടയിൽ നിന്റെ മാനസിക നില തെറ്റുന്നതും കൂടി ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു എന്നെ കമ്പൽ ചെയ്ത് എൻ്റെ അച്ചാച്ചൻ്റെയും ചേച്ചീൻ്റെ അടുത്തോട്ടും എന്നെ തിരുവല്ലയിലോട്ട് പറഞ്ഞേക്കുന്നത്. അപ്പം ചേച്ചിക്കും അച്ചാച്ചനും ഒരു ബേബി ഉണ്ട്. അപ്പം ഞാൻ തിരുവല്ലയിലോട്ട് വന്ന് അവൻ്റെ കൂടെ കളിക്കുമ്പോൾ ഒക്കെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നു പപ്പയും മമ്മയും എന്നെ ഇവിടെ അയച്ചത്. അപ്പം എനിക്ക്
UG കഴിഞ്ഞിട്ടും ഒരാഗ്രഹം ഉണ്ടായിരുന്നു PGക്ക് പുറത്തുപോയി പഠിക്കണമെന്ന്. അപ്പോഴും പിന്നെ അതും ദൈവഹിതമാണെങ്കിലും മതിയെന്ന് ഞാൻ വാശിയൊന്നും പിടിച്ചില്ല. യേശുപ്പച്ചന്റെ ഹിതം മതി എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പം അത് പോകുന്നില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്കും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. PG ചെയ്യുന്നത് കരസിലായിരിക്കണം. അപ്പം ഫുൾ ടൈം വർക്കിന് പോവാം എന്നുള്ളൊരു ഇതില്. അങ്ങനെ ഞാന് പപ്പയും മമ്മിയും നിർബന്ധിച്ച് ഞാൻ തിരുവല്ലയിലോട്ട് വരുന്നത്. എനിക്ക് അവരെ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ഇട്ടിട്ട് വരാൻ ഒറ്റ ആഗ്രഹവും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ തന്നെ ഉണ്ടായ ഞാൻ മെന്റലി എന്തേലും ആയിപ്പോവും എന്നുള്ളൊരു കാര്യം മനസ്സിലായ ഉടനെ പപ്പയും മമ്മിയും എന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. അങ്ങനെ ഞാൻ തിരുവല്ലയിലോട്ട് വന്നു. തിരുവല്ലയിലോട്ട് വന്ന് എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. വെറുതെ ഇരുന്നാലും എൻ്റെ മൈൻഡ് ഞാൻ ഓരോന്ന് ഓർത്ത് 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 ബ്രോക്ക് ആവുന്നല്ലാതെ പ്രത്യേകിച്ച് എനിക്കൊന്നും നേടാനില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇന്ത്യയിൽ പല സ്ഥലത്തും ജോലിക്ക് അപ്ലൈ ചെയ്തു. ജോലിക്ക് അപ്ലൈ ചെയ്ത സ്ഥലത്തു നിന്നൊക്കെ എന്നെ വിളിക്കുകയും ചെയ്തു ഇന്റർവ്യൂവിന്. ഞാൻ എൻ്റെ റെസ്യൂം അയച്ചു കൊടുത്തു. എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. സ്റ്റുഡന്റ് കൗൺസിലറായിട്ട് എനിക്ക് പല സ്ഥലത്തും ഇന്റർവ്യൂവിന് കിട്ടി. ഞാൻ സ്ലോട്ട് ബുക്ക് ചെയ്തു. അങ്ങനെ ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് മൺഡേ ജോയിൻ ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ എല്ലാം അറേഞ്ച്ഡ്. അങ്ങനെ അറേഞ്ച്ഡ് ആയിരിക്കുന്ന ഒരു സമയത്തായിരുന്നു എന്താ പറയാ പവർ വിഷന്ന് എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഞാൻ വിചാരിക്കാത്തൊരു സമയത്തായിരുന്നു. യേശുപ്പച്ചൻ്റെ ഒരു വിശ്വസ്തത എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഭവിഷ്യന്ന് ഇന്റർവ്യൂവിന് വിളിച്ചു. ഞാൻ ഭവിഷ്യൽ ഇന്റർവ്യൂവിന് പോയി. യേശുപ്പച്ചൻ്റെ കൃപയാൽ അവിടെ എന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ കുറച്ച് മാസങ്ങളായിട്ട് ഭവിഷ്യൽ പ്രൊഡ്യൂസറായിട്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം MSc സൈക്കോളജിയിലും സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നു. യേശുപ്പച്ചൻ ഇത്രത്തോളം നടത്തി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാൻ ഇത്രയും വന്ന ഒരു എന്താ പറയാ രീതി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് 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 കടന്നുപോയി. പലരും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് എന്താ കഷ്ടം എന്ന് വെച്ചാൽ നിനക്ക് എന്താണെന്ന് അറിയോ, നീ എന്തെങ്കിലും കഷ്ടത അനുഭവിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച പല കഷ്ടങ്ങളും എനിക്ക് പലരോടും പറയാൻ പറ്റത്തില്ല. അത്രയും കഷ്ടങ്ങൾ, പല ടൈപ്പ് ഓഫ് കഷ്ടങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ യേശുപ്പച്ചൻ്റെ വിശ്വസ്തതയാ എന്നെ ഇന്നിവിടെ നിർത്തിയിരിക്കുന്നത്. എൻ്റെ മമ്മി എപ്പോഴും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നിനക്ക് വിഷമം വരുമ്പോൾ ഒക്കെ നീ ഡയറിയിൽ എഴുതണം, ഗോഡ് ഇസ് ഫെയ്ത്ത്ഫുൾ. അപ്പം ഞാൻ എപ്പോഴും എഴുതുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഡയറിയിൽ. ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത്, ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എഴുതും ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും, അബി നിനക്ക് ഇതൊന്ന് മാറ്റി പിടിച്ചൂടെ? അപ്പം ഞാൻ പറയും, എന്ത് മാറ്റി പിടിച്ചാലും മാറ്റി പിടിക്കാൻ പറ്റാത്ത ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ഞാൻ അന്ന് അത്രയും പേജസ് ഒക്കെ എഴുതിയതിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും മേ ബി ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. ഇന്ന് ഞാനിവിടെ ജോലിക്ക് കയറാനോ എനിക്ക് ഈ പോസ്റ്റ് കിട്ടാനോ ഒന്നും ഒരിക്കലും എനിക്കൊരു യോഗ്യതയും ഇല്ല, ഒന്നുമില്ല. പക്ഷെ യേശുപ്പച്ചൻ്റെ വിശ്വസ്തത എന്ന് മാത്രം എത്രയോ പേർക്ക് കിട്ടാത്ത ഭാഗ്യവും എല്ലാ ദൈവം എനിക്ക് തന്നെ. അത് യേശുപ്പച്ചൻ്റെ കൃപ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒരു ദിവസം പപ്പേനെയും മമ്മീനെയും പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് അവരെ പറ്റി ഭയങ്കര ഭാരമൊക്കെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ യേശുപ്പ, പലരും അവരൊരു ഡിസ്പോസിബിൾ ഐറ്റം പോലെയാണോ എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ഏറുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നിയ സമയങ്ങളുണ്ടായിരുന്നു. അപ്പം പെട്ടെന്നൊരു ദിവസം ഞങ്ങളിങ്ങനെ മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് മമ്മി എപ്പോഴും നല്ല വാട്ടർ ബോട്ടിലും കൊണ്ടാ പ്രാർത്ഥനയ്ക്ക് പോവുക. പക്ഷെ അന്ന് മമ്മി യൂസ് ചെയ്ത ബോട്ടിൽ എന്ന് വെച്ചാൽ കിസാന്റെ സ്ക്വാഷിന്റെ ബോട്ടിൽ ഉണ്ടല്ലോ, അതായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ആ ബോട്ടിൽ നോക്കിയപ്പോൾ ആ ബോട്ടിൽ ഒരു ബൊമ്മക്കുട്ടി എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നു അല്ല, എമ്മ റീസൈക്കിൾഡ് ബോട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ പെട്ടെന്ന് അതിനെ സ്ട്രൈക്ക് ചെയ്തു, ഐ എം എ റീസൈക്കിൾഡ് ബോട്ടിൽ. അപ്പൊ ഞാൻ അവിടെ നേരത്തെ ചിന്തിച്ചത് ഒരു ഡിസ്പോസിബിൾ ഐറ്റം. അപ്പം ഡിസ്പോസ് ചെയ്താലും അതിനെ റീസൈക്കിൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എൻ്റെ മനസ്സിൽ വന്നു, മേ ബി ആരെങ്കിലും ഡിസ്പോസ് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ അതിന് വേണ്ടവര് വേറെയും ഉണ്ട്. അതിനെ യേശുപ്പച്ച മോൾഡ് ചെയ്തെടുക്കുക. ഈ നമുക്കൊരു വാക്യുള്ളത്, സ്റ്റോൺ ബിൽഡേഴ്സ് റിജക്റ്റഡ് ഹാസ് ബിക്കം ദ ചീഫ് കോർണർ സ്റ്റോൺ ആൻഡ് ഇറ്റ് ഈസ് മാർവലസ് ഇൻ അവർ ഐസ്. ഇറ്റ്സ് ദ ലോർഡ്സ് ഡൂയിങ്, ഇറ്റ് ഈസ് മാർവലസ് ഇൻ അവർ ഐസ്. അത് ലിറ്ററലി ഫീൽ ചെയ്തൊരു കാര്യം. മറ്റുള്ളവർ നമ്മൾ റിജക്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആ ഒരു റിജക്ഷൻ ആയിരിക്കും പിന്നീട് ഒരു ചീഫ് കോർണർ സ്റ്റോൺ ആയിട്ട്. ആ ഒരു സ്റ്റോൺ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നുള്ളൊരു അവസ്ഥയെ ദൈവം എത്തിക്കും എന്നുള്ളൊരു കാര്യം യേശുപ്പച്ചൻ പഠിപ്പിച്ചു. അങ്ങനെ ദൈവം ഇത്രയും നടത്തിക്കൊണ്ടുവന്നു. ഓരോ കുഞ്ഞു ആഗ്രഹം പോലും ഈവൻ ഈ എന്താ പറയാ, ഇപ്പൊ ഞാൻ പറയുന്നത് എല്ലാം ഉണ്ടെങ്കിലും എല്ലാം ഉണ്ടായിരുന്ന സമയത്തും
മനസ്സിലൊരു ആഗ്രഹം വരും. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് ഞാനൊരു ദിവസം ആഗ്രഹിച്ചു, എനിക്ക് ജാക്ക് ഫ്രൂട്ട് ഇഷ്ടമാണ്. അപ്പൊ ജാക്ക് ഫ്രൂട്ട് കഴിക്കാൻ കൊതി. അപ്പം പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നുമില്ല, പപ്പയോട് പറഞ്ഞാൽ പപ്പ വാങ്ങിച്ചു തരും. പക്ഷെ ഞാൻ പറഞ്ഞൊന്നുമില്ല. ഞാനിങ്ങനെ അയ്യോ ജാക്ക് ഫ്രൂട്ട് കഴിക്കാൻ തോന്നും അങ്ങനെ പറഞ്ഞു. അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പൊ പപ്പയും മമ്മി വിസിറ്റിങ്ങിന് പോയി. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാ, പാസനേജിൽ ഒറ്റയ്ക്കാ. അപ്പം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെൽ. അപ്പം ഞാൻ ഡോറ് തുറന്നു നോക്കിയപ്പോൾ ചോദിച്ചുള്ളൊരു കൊച്ച് എൻ്റെ കയ്യിൽ ചേച്ചി ഇത് ചേച്ചിക്കാന്ന് പറഞ്ഞു നല്ല ജാക്ക് ഫ്രൂട്ട് നല്ല ക്ലീൻ ചെയ്ത് കഴുകി കൊണ്ടുവന്ന് തന്നേക്കുക. അപ്പൊ ഏകദേശം ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ അത് ദൈവം പെട്ടെന്ന് കയ്യിൽ കൊണ്ടുവന്ന് തന്നു. അതുപോലെ ഒരു ദിവസം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് അവൾക്കൊരു പുതിയ വാച്ച് കിട്ടി, സ്മാർട്ട് വാച്ച്. അപ്പം അത് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. അഭി എൻ്റെ പുതിയ വാച്ച് കണ്ടോ എന്ന്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പം അത് പെട്ടെന്ന് ഓൺ ആവാതെ ആയിപ്പോയി. അപ്പൊ ഞാൻ പേടിച്ചു പോയി. അപ്പം അവള് അയ്യോ എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ച് നോക്കിയപ്പം ഞാൻ അയ്യോ ഞാൻ കാരണമാണോ, എനിക്കിനി യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണോ, വേണമെങ്കിൽ എനിക്ക് സ്മാർട്ട് വാച്ച് പപ്പയോട് പറഞ്ഞാൽ എനിക്ക് കിട്ടും. പക്ഷെ ഞാനപ്പം എന്തോ എനിക്ക് പെട്ടെന്ന് അത് കൊണ്ടു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ പോയിട്ട് അയ്യോ യേശുപ്പ അതെന്താ അങ്ങനെ ഉണ്ടായേ, എന്റെ കയ്യിൽ സ്മാർട്ട് വാച്ച് ഇല്ലാത്തതുകൊണ്ടാണോ ഇതാക്കിയിരിക്കുമ്പോ പെട്ടെന്ന് നെക്സ്റ്റ് വീക്ക്, വിത്തിൻ 1 വീക്ക് എൻ്റെ ജസ്റ്റിനും ചേച്ചിയും വീട്ടിലോട്ട് വരുമ്പോൾ ഒരു ഒരു സ്മാർട്ട് വാച്ച്, അതും വളരെ എക്സ്പെൻസീവ് ആയിട്ട്. ഞാൻ ഒരിക്കലും അത്രയും എമൗണ്ടിന്റെ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടുമില്ല, എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷെ അത്രയും നല്ലൊരു വാച്ച് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. അതിനെ ദൈവത്തോട് ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷെ എൻ്റെ മനസ്സിലെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും യേശുബച്ചൻ ഞാൻ ചോദിക്കാതെ തന്നെ പലതും ദൈവം എനിക്ക് തന്നു. പിന്നെ എന്താ പറയാ, ഇത്രയും ഞാൻ പറഞ്ഞിട്ടും 2-3 പേരെ പറ്റി ഒന്ന് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാതിരുന്നാൽ മേ ബി ഞാൻ ചെയ്യുന്നത് ഒരു അൺഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിപ്പോ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ജനറേഷൻ ടു ജനറേഷൻസ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഗ്രാൻഡ് പാരൻസ്, അവരുടെ തലമുറകളായ എൻ്റെ പപ്പ മമ്മി, അവരുടെ ജനറേഷനായ ഞങ്ങളുടെ നെക്സ്റ്റ് ഒരു ജനറേഷൻ, ഞങ്ങളുടെ 4th ജനറേഷൻ, എൻ്റെ ചേച്ചിയുടെ കൊച്ച്, ഞങ്ങളുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന്റെ മക്കള്, ഇന്ന് ഈ 3rd and 4th ജനറേഷൻ അനുഭവിക്കുന്ന എല്ലാ നന്മകളും ഞങ്ങളുടെ ആൻസെസ്റ്റേഴ്സിൽ നിന്ന് വന്ന ഒരു ബ്ലെസ്സിങ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും അവർക്ക് ഉള്ളതിൽ നിന്നും അവര് ദേവദാസന്മാരെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത പേഴ്സണാലിറ്റീസാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഗ്രാൻഡ് പാരൻസിന്റെ സ്നേഹം വലുതായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. കാരണം ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവരൊക്കെ മരിച്ചുപോയി. എൻ്റെ പപ്പയുടെ മമ്മി ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ട്രാൻസ്ഫർ ആയി പോകുന്നത് കൊണ്ട് അമ്മമ്മ ഞങ്ങളുടെ കൂടെ വന്ന് നിന്നിട്ടൊന്നുമില്ല. അപ്പം ദൂരെയല്ലേ ഒത്തിരി, അപ്പം നാട്ടിൽ നിന്ന് ഒത്തിരി ട്രാവൽ ചെയ്യാൻ അങ്ങനെ. അപ്പൊ ഇപ്പോഴാ അമ്മമ്മ പപ്പയുടെയും മമ്മയുടെയും കൂടെ ഒക്കെ ഉള്ളത്, പക്ഷെ ഞാനിപ്പോ വീട്ടിലും ഇല്ല, അങ്ങനെ സിറ്റുവേഷനാ. പക്ഷെ ചേച്ചിക്കൊക്കെ അത്യാവശ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒത്തിരി കുഞ്ഞായിരിക്കുമ്പോ തന്നെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ മരിച്ചു. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരുപാട് കാര്യം, അപ്പച്ചനും അമ്മച്ചിയും ഒരുപാട് ദേവദാസന്മാർക്ക് ഒന്നുമില്ലെങ്കിലും അപ്പോഴും ബൂസ്റ്റൊക്കെ കലക്കി കൊടുക്കുന്നതും ഉള്ള ചോറുന്ന് അവർക്ക് മാറ്റി വെക്കുന്നതും, അവർക്ക് കൊടുത്തിട്ട് ബാക്കി, ഇവർ 6 പെൺകുട്ടികളാ മമ്മീന്റെ ഫാമിലിയില്. അപ്പൊ അത്രയും അവർക്കൊക്കെ കൊടുക്കണമെങ്കിലും വലിയ ഫാമിലി ആണെങ്കിലും അവർക്ക് കൊടുത്തിട്ട് ഇവർക്ക് കൊടുക്കുന്നുള്ള കാര്യമൊക്കെ, അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ യേശുപ്പച്ചനോട് എപ്പോഴും വിചാരിക്കും, ആ ഒരു ബ്ലെസ്സിങ് ഇന്ന് ഞങ്ങളൊക്കെ അനുഭവിക്കുന്നത്. പിന്നെ മീറ്റിങ്സിന് പോകുന്നതും നടന്നിട്ട് പോകുന്നതും എല്ലാം കേൾക്കുമ്പം, പപ്പയാണെങ്കിലും അപ്പച്ചന് പാരലൈസ്ഡ് ആയി പോയായിരുന്നു, ഒരു സൈഡ് സ്ട്രോക്ക് വന്നിട്ട്. അപ്പം പറ്റുന്ന സമയം വരെ ഒരു ബാഗിൽ ട്രാക്ട് ഇട്ടിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ ഒത്തിരി വീടുകളിൽ കയറി ഇറങ്ങി ട്രാക്ട് കൊടുത്തതും അതൊക്കെ കേട്ടപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചൊരു കാര്യമുണ്ട്, അതിൻ്റെ ഒക്കെ ബ്ലെസ്സിങ് ഇന്ന് ഞങ്ങളൊക്കെ അനുഭവിക്കുന്നത്. 2 തിമോത്തിയോസിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യത്തിലുണ്ട്, ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവിസിലും അമ്മ യുണീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഒരു വാക്യം എപ്പോഴും എന്നെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും. പക്ഷെ ഞാൻ എപ്പോഴും ഒരു ഒരു പീരീഡ് വരെ എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നേ, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും വിശ്വാസികളായിരുന്നു, എൻ്റെ പപ്പയും മമ്മിയും വിശ്വാസികളാ, അതുകൊണ്ട് ഞാൻ വിശ്വാസിയാണോ?
അതുകൊണ്ടാണോ ഞാൻ ദൈവത്തെ സേവിക്കുന്നത്? അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. അങ്ങ് ഒരു പീരീഡ് വരെ മേ ബി എല്ലാവരും വിശ്വാസികളായിരുന്നു. ആരും ഓർണമെന്റ്സ് യൂസ് ചെയ്തിട്ടില്ല. എല്ലാവരും വേർപാടിന് വേണ്ടി നിന്നു. ഓക്കെ, അവരും അങ്ങനെ നിൽക്കുന്നു, നമ്മളങ്ങനെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം ഒരു പീരീഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ലോർഡ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞ പോലെ ലിറ്ററലി യേശുക്രിസ്തുവിനെ ടേസ്റ്റ് ചെയ്തു. അവര് ദൈവത്തെ സേവിച്ചതുകൊണ്ട് നമ്മൾ ദൈവത്തെ സേവിക്കുക, അങ്ങനെയല്ല. പക്ഷെ അവര് കൈമാറി വന്ന അതേ വിശ്വാസം നമ്മളും അവരെന്തുകൊണ്ടാണ് അത് ഹോൾഡ് ചെയ്തേ എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്തപ്പോൾ നമുക്കുള്ള നെക്സ്റ്റ് ഒരു ജനറേഷനും ഇത് ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ദൈവം നമ്മളിലും തന്നു. അപ്പൊ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ ഗ്രാൻഡ് പാരൻസ് അവര് കാണിച്ചു തന്ന മാതൃക, അവര് ദൈവത്തിന് വേണ്ടി നിന്നതിൻ്റെ ഒരു ബ്ലെസ്സിങ് ആ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നതെന്നുള്ളൊരു കാര്യം. അതുപോലെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയാണ്. എനിക്ക് വലിയ വലിയ ഫ്രണ്ട് സർക്കിൾ സംഭവമൊന്നുമില്ല. എനിക്ക് വളരെ കുറച്ച് പേരേ ഉള്ളൂ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ. പക്ഷെ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ലൈഫിൽ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് എൻ്റെ പപ്പ, മമ്മി, എൻ്റെ സിബ്ലിങ്സ്, അതാ. ബിക്കോസ് എനിക്ക് എന്തും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ എൻ്റെ പപ്പയും മമ്മിയും ക്രിയേറ്റ് ചെയ്ത് തന്നു. എൻ്റെ സിബ്ലിങ്സ്, എൻ്റെ അച്ചാച്ചൻ, ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ സെക്കൻഡ് ഡാഡ് ആൻഡ് മോമിനെ പോലെയാ. ചില സമയത്ത് പപ്പയും മമ്മിയും എനിക്ക് പല കാര്യങ്ങളും കൺവിൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവരോട് കുറച്ച് ഭയങ്കര പ്രൊട്ടക്റ്റീവും സംഭവങ്ങളൊക്കെയാ. അവർക്കൊരു അനീതിയല്ലേ. അപ്പം അവര് പെർമിറ്റ് ചെയ്യണം പപ്പയോടും മമ്മിയോടും ചില കാര്യങ്ങൾ. ഞാൻ ഓക്കെ അവര് ഓക്കെ പറയണമെങ്കിൽ ഇവര് സമ്മതിക്കൊക്കെ വേണം, അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും. ബട്ട് ദെൻ അതൊരു ബ്ലെസ്സിങ് ആണെന്ന് ഞാൻ വിചാരിക്കും. അതുപോലെ എൻ്റെ പപ്പയും മമ്മിയും എന്ന് വെച്ചാൽ എൻ്റെ ആസ് എ വുമൺ എൻ്റെ റോൾ മോഡൽ എൻ്റെ മമ്മിയാണ്. മമ്മി ചാനലിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, പപ്പ ഈ ചാനലിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പലരും കേട്ടിട്ടുണ്ടാവും. എൻ്റെ മമ്മിക്ക് 1.5 വയസ്സുള്ളപ്പോൾ പോളിയോ വന്നത്. പക്ഷെ മമ്മിയും പപ്പയും ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ, എത്ര വയ്യെങ്കിലും വയ്യാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. മമ്മിയാണെങ്കിലും പപ്പയുടെ കൈ പിടിച്ച് എത്ര ദൂരമാണെങ്കിലും നടന്ന്, എന്താ പറയാ, ചില സ്ഥലത്തൊന്നും വിസിറ്റിങ്ങിന് പോകുമ്പം കാറൊന്നും പോകത്തില്ല. അപ്പം അവിടെയൊക്കെ കാറൊക്കെ പാർക്ക് ചെയ്ത്, ചില സ്ഥലത്ത് ബൈക്കും പോകില്ല. അപ്പം ബൈക്ക് ഒക്കെ പപ്പയുടെ കൂടെ പോകുമ്പോൾ ബൈക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് പപ്പയുടെ കൈ പിടിച്ച് മമ്മി ഇങ്ങനെ അതൊക്കെ കയറി പോകും. അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും വീട്ടിൽ വന്നാൽ ചിലപ്പോൾ കാലുവേദന ഒക്കെ ആയിരിക്കും. അതൊക്കെ കാണുമ്പോൾ സങ്കടം വരും, കരച്ചിൽ വരും. പക്ഷെ ഇപ്പം നെക്സ്റ്റ് ഒരു ജനറേഷന് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, നമ്മുടെ അമ്മച്ചി അങ്ങനെയായിരുന്നു, അല്ലെ മമ്മി അങ്ങനെ ആയിരുന്നു എന്ന് കാണുമ്പോൾ അത് ഞങ്ങൾക്കൊരു റോൾ മോഡലാണ്. എത്രയോ പേര് ആരോഗ്യം ഉണ്ടായിട്ടും വീടുകളിൽ ഇരിക്കുമ്പോൾ, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഇരിക്കുമ്പം എൻ്റെ മമ്മി, ഐ ഹാവ് നെവർ സീൻ ഹെർ എന്താ പറയുക, വെറുതെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. പപ്പയാണെങ്കിലും യേശുപ്പച്ചന് വേണ്ടി ഒരുപാട് നിന്നു. എൻ്റെ 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 ഒരു ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ആ, എൻ്റെ പിള്ളേരാ എൻ്റെ പപ്പയും മമ്മിയും. അപ്പം പലപ്പോഴും യേശുപ്പച്ചന് ഞാൻ നന്ദി പറയുന്നത് അവരെ ആലോചിക്കുമ്പോഴായിരുന്നു. ഞാൻ ഞാൻ ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ പോലുള്ള യങ്സ്റ്റേഴ്സിനോട്, എല്ലാവരോടും കൂടെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ലൈഫിൽ എപ്പോഴും യേശുപ്പച്ചനായിട്ട് ഒരു നല്ലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യണം. യേശുപ്പച്ചൻ കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവേണ്ടത് നമ്മുടെ ഫാമിലിയാണ്. ഫാമിലി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേ ബി കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ വെക്കാം. നോട്ട് എവ്രി വൺ, എല്ലാവരോടും നമുക്ക് എല്ലാം പോയി ഷെയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫിൽ എനിക്ക് ഒത്തിരി കംഫർട്ടായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. ഞാനൊരു പാസ്റ്ററിൻ്റെ മോളെ, മേ ബി ഞാൻ ഉണ്ടായിരുന്ന സഭകളിൽ ചോദിച്ചാൽ അറിയാം, ഞാൻ എല്ലാവരോടും സംസാരിക്കും, എല്ലാവരോടും മിണ്ടും, പക്ഷെ എല്ലാവരോടും വലിയ കമ്പനിക്കൊന്നും പോകത്തില്ല. കാരണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും പറഞ്ഞ പോലെ പോയി ചില സമയത്ത് എൻ്റെ സിറ്റുവേഷൻ. അപ്പം ഞാൻ എപ്പോഴും എല്ലാവരോടും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. അപ്പം നമുക്കപ്പോൾ ചിലപ്പം ഹേർട്ട് ആവത്തില്ല. മേ ബി നമ്മൾ എല്ലാവരോടും പോയി ഭയങ്കരമായിട്ട് കണക്റ്റ് ആകുമ്പം എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു നെഗറ്റീവ് വരുമ്പോൾ നമ്മളെ കൊണ്ട് താങ്ങില്ല. സോ ബെറ്റർ കീപ്പ് എ ഡിസ്റ്റൻസ്. അങ്ങനെ നമ്മളെപ്പോഴും യേശുപ്പച്ചനായിരിക്കണം നമ്മുടെ ഫസ്റ്റ് ഫ്രണ്ട്. നമ്മളുടെ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് എപ്പോഴും കണക്റ്റ് ആകുമ്പം, ദൈവമായിട്ട് നമ്മൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് യേശുപ്പച്ചൻ്റെ കൂടെയുള്ള ബന്ധമാണ്. ശരിക്കും എല്ലാവരും പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഹാർഡായിട്ട് അല്ലെങ്കിൽ ഒരു ബോറിങ് പരിപാടിയായിട്ടൊക്കെ കാണും. പക്ഷെ
അത് അതൊരു ഒരു തലയിൽ ഷോൾ ഇട്ടിട്ടോ അല്ലെ കൈയടിച്ചോ കുറെ ഒച്ചത്തില് ഷൗട്ട് ചെയ്യുന്നത് കൊണ്ടോ മാത്രം പ്രാർത്ഥന ആവുന്നില്ല. നമ്മളും യേശുപ്പച്ചനും തമ്മിൽ ഒരു ഒരു നല്ലൊരു പേഴ്സണൽ ബന്ധം വരുമ്പം ഇറ്റ് വുഡ് ബി സോ ബ്യൂട്ടിഫുൾ ദാൻ വി എവർ ഇമാജിൻ. അവിടെ ആയിരിക്കണം ശരിക്കും നമ്മുടെ കണക്ഷൻ വേണ്ടത്. അത് ഞാൻ റിയലൈസ് ചെയ്യാൻ മേ ബി ലേറ്റ് ആയി. പക്ഷെ ഇന്ന് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് തൊട്ട് ഒട്ടും പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ മേ ബി സ്റ്റാർട്ട് വിത്ത് 15 മിനിറ്റ്സ്, പിന്നെ അത് ഗ്രാജ്വലി നമുക്ക് കൂട്ടി 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 വരുമ്പം യേശുവച്ച് നമ്മൾ പോലും വിചാരിക്കാത്ത രീതികളിൽ ദൈവം നമ്മളെ ടേൺ ചെയ്ത് കൊണ്ടുപോകും. കുറേ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം. പിന്നെ നമ്മുടെ പാരൻസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പം യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ള കാര്യം, ഈ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര സ്റ്റബേൺ ആയിരിക്കും. ഞാൻ പറയുന്നത് മാത്രമായിരിക്കും ശരി. ഇപ്പൊ എൻ്റെ പപ്പയും മമ്മിയും ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ കുറെ കാര്യങ്ങൾ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും. ഈ ഒരു ജനറേഷനാ പപ്പ മമ്മി, നമ്മളിങ്ങനെയാ അങ്ങനെ പറയുമ്പോൾ നമ്മളെ സമാധാനമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അതിപ്പം പാരൻസിന് മാത്രമല്ല, ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും ഞാൻ പറഞ്ഞത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ക്ലാഷ് ഉണ്ടാവും എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും നമുക്ക് നേടാനില്ല. പക്ഷെ കൺവേ ഇറ്റ് വിത്ത് ലവ്, നമ്മൾ സ്നേഹത്തോടെ പറയുമ്പം അല്ലെങ്കിൽ പേഷ്യൻസോടെ പറയുമ്പം അവിടെ അറ്റ്മോസ്ഫിയർ തന്നെ ചേഞ്ച് ആവുക. നമ്മൾ ഒരുപാട് സ്റ്റബേൺ ആവുമ്പം അഡമന്റ് ആവുമ്പം നമ്മളിലുള്ള സ്നേഹമൊന്നും അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ശരിക്കും നമ്മുടെ ലൈഫിലൂടെ, നമ്മുടെ ക്യാരക്ടറിലൂടെ, നമ്മുടെ പേഴ്സണാലിറ്റിയിലൂടെ എല്ലാം റിഫ്ലക്റ്റ് ആവേണ്ടത് യേശുപ്പച്ചൻ്റെ സ്നേഹമാണ്, ക്രൈസ്റ്റിൻ്റെ ലവാ അല്ലേ? അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ മോട്ടീവ്. സോ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും, ഇന്ന് ഞാൻ ഇത്രയും എൻ്റെ ലൈഫിൽ അനുഭവിച്ച പ്രശ്നങ്ങളാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ദൈവം എന്നെ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളാണെങ്കിലും അതൊന്നും ഒരിക്കലും ദോഷത്തിന് വേണ്ടിയിട്ടാന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഈ ഈവൻ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഫ്യൂ മന്ത്സ് ആയിട്ടേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഐ ഹാവ് മെറ്റ് സോ മെനി പീപ്പിൾ ഇൻ മൈ ലൈഫ്. അപ്പം എന്നെ ദൈവം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ഇവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ സങ്കടം ഞാൻ കേൾക്കുമ്പോൾ ഞാൻ അപ്പം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അന്ന് അനുഭവിച്ച ആ വേദന ഞാൻ അന്ന് അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇവരുടെ സങ്കടം മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് ഞാൻ അവരുടെ സങ്കടം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അന്ന് അവിടെ അനുഭവിച്ചേ പറ്റുള്ളൂ. എന്നാലേ എനിക്ക് ഇന്ന് വരെ ലിസൺ ചെയ്യാൻ പറ്റുള്ളൂ. അതായിരുന്നു യേശുപ്പച്ചന്റെ പ്ലാൻ. അതിന് വേണ്ടിയിട്ടായിരുന്നു ദൈവം അതിൽ കൂടെ ഒക്കെ എന്നെ കടത്തിവിട്ടത്. സോ നമ്മള് എന്താ പറയാ, എല്ലാ സ്ട്രഗിൾസിനും എല്ലാ പ്രോബ്ലത്തിനും എല്ലാം ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നമ്മൾ പറയില്ലേ ദിസ് ടു ഷാൽ പാസ്, അതുപോലെ ഇതും കടന്നു പോകും എന്ന് പറഞ്ഞ പോലെ യേശുപ്പച്ചൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്ക് വേണ്ടി മാത്രമേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ഒരിക്കലും തളർന്നു പോവാതെ യേശുപ്പച്ചൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ, നമ്മുടെ ഇഷ്ടങ്ങളൊന്നും വേണ്ട, നമ്മൾ സ്റ്റബേൺ ആവണ്ട. നമ്മൾ സ്റ്റബേൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അല്ലെങ്കിൽ ദൈവം നമ്മളെ ഒരുപാട് ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. യേശുപ്പച്ചൻ ചാൻസസ് തരും. ഒരിക്കലും ചാൻസ് തരില്ല എന്നൊന്നും അല്ല. ഞാൻ ഒരുപാട് പേര് ലൈഫ് കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ ചാൻസ് തരും. പക്ഷെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതിനൊന്നും അവസരം കൊടുക്കാതെ ദൈവത്തിന് വേണ്ടി യേശുപ്പച്ചന്റെ സമയമാകുമ്പോൾ എല്ലാം നടക്കുന്നുള്ളൊരു ഒരു ഹോപ്പിൽ നിന്ന് അതിലോട്ട് മാത്രം പ്രൊസീഡ് ചെയ്ത് പോവുക എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. സോ ദൈവത്തെ ആശ്രയിക്കുക. ഈ ഒരു ജനറേഷനിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം. പ്രത്യേകിച്ച് പാരൻസ് കൂടിയില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് ജീവിക്കുമ്പം, ആരും നമ്മളെ കാണാതിരിക്കുമ്പം ഇഷ്ടത്തിന് ജീവിക്കാം. പക്ഷെ എപ്പോഴും തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, എന്നെ കാണുന്ന ഒരു യേശുപ്പച്ചൻ. നമ്മൾ പിന്നെ റിഗ്രറ്റ് ചെയ്യരുത്. ലൈഫിൽ റിഗ്രഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് പോവാനായിട്ട് ഭയങ്കര പാടാ. പിന്നെ നമ്മൾ എത്ര എത്ര അതിന് ഓവർകം ചെയ്യാനായിട്ട് വിചാരിച്ചാൽ പോലും നമുക്ക് ഭയങ്കര ഒരു ഗിൽട്ട് ആയിരിക്കും. അയ്യോ എന്നാലും ഞാനത് ചെയ്തു പോയില്ലേ, എന്തിനായിരുന്നു, വേണ്ടായിരുന്നു. ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ കമ്പൽ ചെയ്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പിന്നീടായിരിക്കും നമ്മൾ അതിന് അയ്യോ വേണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് വേണം. അതിപ്പോൾ എത്ര വലിയ ഫ്രണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ എപ്പോഴും മേക്ക് ഷുവർ ദാറ്റ് ദൈവം നമ്മളെ കണ്ടൊരു പേർപ്പസ് ഉണ്ട്. ആ ഒരു പേർപ്പസിൽ എപ്പോഴും നിൽക്കണം എന്നുള്ളൊരു കോൺഫിഡൻറ്റ് നമുക്ക് വേണം. അതല്ലാതെ യേശുപ്പച്ചനിൽ നിന്നും അകന്നു പോവാനായിട്ട് നമുക്ക് ഒരുപാട് പേര് നമ്മളെ അകറ്റാനായിട്ട് വരും. പക്ഷെ
പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് പറഞ്ഞ് നോക്കുക. അതിപ്പം നമ്മളെ യങ്സ്റ്റേഴ്സ് എന്നില്ല, വൃദ്ധന്മാരെ പോലും തെറ്റിക്കുന്ന എന്നെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. സോ ദൈവഭയത്തോടെ ഈ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധിയോടെ വേർപാടോടെ നല്ലവനും വിശ്വസ്തനുമായ ദാസൻ എന്ന പേർക്ക് ഓഹരിക്കാരാവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സോ ജസ്റ്റ് ഒരു ഷോർട്ട് പ്രയർ മാത്രം പ്രാർത്ഥിച്ച് ഇത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. പരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തോട്ട് എനിക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു യേശപ്പാ. ദൈവമേ, അടിയന് ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നു. അടിയൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അങ്ങയുടെ മക്കൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ യേശുപിച്ചൻ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവേ. ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കുമാറാകണമേ. പ്രത്യേകിച്ച് ദൈവമേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ യങ്സ്റ്റേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു, ദൈവം അവരെ ബ്ലെസ് ചെയ്യുമാറാകണമേ. നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ യേശുപിച്ചനും മനുഷ്യർക്കും വിശ്വസ്തരായി ജീവിപ്പാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവേ. ദൈവമേ, പിശാച് ഞങ്ങളെ ആരും തെറ്റിക്കുവാൻ ഇടവരുത്തരുതപ്പ. യേശു കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുവാൻ, വേർപാടോടെ ജീവിക്കുവാൻ ദൈവമേ, യേശു കർത്താവെ, അങ്ങേ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ദൈവം ഞങ്ങളിലൂടെ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക പേർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ. പ്രത്യേക ഈ ചാനലിനെ, അരോമ ചാനലിനെ യേശുപിച്ചൻ അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ അതിരുകൾ ദൈവം വിശാലതയിലോട്ട് കൊണ്ടുപോകുമാറാകണമേ. പാസ്റ്ററെയും ഫാമിലിയും ദൈവം ബ്ലെസ് ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്തം അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. യേശുപ്പാടിനെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു പ്രിയ ബിജമോളെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയ പൈതലിനെ കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പ്രായത്തിൽ അനേക ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് ദൈവം പ്രിയ പൈതലിനെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുവാൻ തിരഞ്ഞെടുത്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കന്മാർക്ക് ഇളയ മകളായി ജനിച്ച് വളർത്തപ്പെട്ട് പാഴ്സനേജിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബാല്യം, അതുപോലെ യൗവനം കർത്താവ് തന്നു. യൗവനക്കാര, നിൻ്റെ യൗവനകാലത്തിൽ നിൻ്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ പല പ്രിയപ്പെട്ടവരും നല്ല പക്വത എത്തിയ ശേഷം, പ്രായം ആയതിനു ശേഷമൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുവാൻ തൽപരരാകുമ്പോൾ പ്രിയ പൈതൽ വളരെ ചെറുപ്പം മുതൽ തന്നെ യഹോവ ഭക്തിയിൽ, ദൈവവചനത്തിൽ വേരൂന്നി വളർന്നു വരുവാൻ, ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവിനെക്കുറിച്ച് ഘോഷിക്കുവാനും സാക്ഷ്യം പറയുവാനും ഒക്കെ ദൈവം ഉപയോഗിക്കുന്നു എന്നറിയുവാൻ ഇടയായി തീർന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പല പ്രതിസന്ധികളുടെയും നടുവിൽ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ പ്രിയ പൈതലിനെ ദൈവം സഹായിച്ച അത്ഭുതകരമായ അനുഭവങ്ങളുടെ സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പല പാഴ്സനേജുകളിൽ മാറി മാറി പാർത്തപ്പോൾ പല പ്രതികൂലങ്ങളുടെ നടുവിലും അവിടെയൊക്കെ കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ, തിരിച്ചറിയുവാൻ ദൈവം കൃപ ചെയ്തു. ഒത്തിരി നല്ല അനുഭവങ്ങൾ, ഓർമ്മകൾ പ്രിയ പൈതലിനെ കർത്താവ് കൊടുത്തല്ലോ. ഇന്ന് അതുകൊണ്ട് പവർ വിഷൻ ചാനലിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്വത്തിലായിരിക്കാൻ ദൈവം കൊണ്ടുവന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ ആ ചാനലിനെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ആ ശുശ്രൂഷയിൽ ഒരു പങ്കാളിത്തം വഹിക്കുവാൻ പ്രിയ പൈതലിനെ ദൈവം ഉപയോഗിക്കുന്നല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ മോളെ. ദൈവം നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി ദൈവം ഒരുക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ഏറെ വേദികൾ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വാത്സല്യ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരും പ്രാർത്ഥനയും അവരുടെ സമർപ്പണവും അവരുടെ തീരുമാനവും തലമുറകൾക്ക് വലിയ അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ദൈവം ആ പ്രിയ മാതാവിനും പിതാവിനും കൊടുത്തതായ മക്കൾ രണ്ടുപേരും കർത്താവിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷാ മണ്ഡലങ്ങളായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, അവരുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളും ഇത്തരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരെ, നമ്മുടെയൊക്കെ തലമുറകൾ ഇതുപോലെ സാക്ഷ്യം പറയുവാൻ, കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, നല്ല മാതൃകയുള്ള ജീവിതം നയിക്കുവാൻ, മാതാപിതാക്കന്മാർ അവർക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പൈതലിൻ്റെ സാക്ഷ്യം ഒരുപാട് ചെറുപ്പക്കാർക്ക്, അതുപോലെ അനേക സഹോദരി സഹോദരങ്ങൾക്ക് ഒരു പ്രചോദനമായി തീരുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കണം. ഈ മോൾക്ക് വേണ്ടി, മാതാപിതാക്കന്മാർക്ക് വേണ്ടി, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com